ഇന്നത്തെ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുന്നു. First Samuel chapter 1 verse 20. എൽക്കാനയ്ക്ക് 2 ഭാര്യമാരുണ്ടായിരുന്നു. ഒരുത്തിക്ക് ഹന്ന എന്നും മറ്റവൾക്ക് പെനിന്ന എന്നും പേർ. പെനിന്നയ്ക്ക് മക്കൾ ഉണ്ടായിരുന്നു, ഹന്നയ്ക്കോ മക്കൾ ഇല്ലായിരുന്നു. First Samuel chapter 1 verse 20. ഒരാണ്ട് കഴിഞ്ഞിട്ട് ഹന്ന ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു. തന്നെ വായിച്ച്. ഒരാണ്ട് കഴിഞ്ഞിട്ട് ഹന്ന ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു. ഞാൻ അവനെ യഹോവയോട് അപേക്ഷിച്ചു വാങ്ങി എന്ന് പറഞ്ഞ് അവന് ശമൂവേൽ എന്ന് പേരിട്ടു. ഓക്കെ. ഞാൻ അവനെ യഹോവയോട് അപേക്ഷിച്ച് വാങ്ങി. ആ വേർഡാണിന്ന് ഇവിടെ ശുശ്രൂഷിക്കാൻ കർത്താവ് തരുന്ന നിയോഗം. ഞാൻ ഒന്നുകൂടെ പറയാം, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു മീറ്റിംഗ് അല്ല ഇന്ന്. ഈ മീറ്റിംഗ് ഇവിടെ അവസാനിക്കുന്നതിന് മുമ്പ് എനിക്കതെങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യണമെന്ന് അറിയത്തില്ല. ദൈവത്തിന്റെ ഭയങ്കര പ്രവൃത്തികൾ ഇതിന്റെ നടുവിലുണ്ടാവും. ഇത്രയും നാളെ ഈ സ്റ്റേജിൽ നിന്ന് ആദ്യമൊക്കെ ഞാൻ ഇങ്ങനെ പറയുമ്പോൾ എല്ലാവരും ആവൂന്ന് പറയും, പക്ഷെ ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ അവരത് കാണും. ഇന്ന് വരെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. വിശ്വസിക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ അതിനാണ് ഇന്ന് രാവിലെ ഒരു വാക്ക് ഞാൻ ഇന്നലെയും പറഞ്ഞു. ഇന്നലെ വൈകിട്ടൊരു വേർഡിനകത്താണ് നമ്മൾ നിന്നെ. ഇന്ന് രാവിലെ അങ്ങനെ ഒരു വേർഡാണ് കർത്താവ് പ്രാർത്ഥനയിൽ തന്നത്. ഒരു സ്പിരിച്വൽ ടേക്ക് ഓഫ് എന്നൊരു പദമാണ്. ടേക്ക് ഓഫ് എന്നൊരു പദമാണ്. ഒരു വിമാനം അതിൻ്റെ ഗ്രൗണ്ട് ലെവലിൽ നിന്നു. ഒരു ഗ്രൗണ്ട് ലെവലിൽ നിന്ന ഒരു വിമാനം പറന്നുയർന്ന് 30,000 അടി 20,000 അടി ഉയരത്തിലേക്ക് പറന്ന് മേഘങ്ങൾക്കകത്ത് കയറിപ്പോയി സ്റ്റേബിളായി നിൽക്കുന്നത് പോലെ ഒരു ടേക്ക് ഓഫ്. ഒരു നോർമൽ റിലത്തിൽ നിന്ന്, ഒരു സാധാരണ തലത്തിൽ നിന്ന്, ഒരു സാധാരണ പ്രതലത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളെ അപ്ലിഫ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയും. അതുകൊണ്ടാണ് ഈ വേർഡ് കർത്താവ് സ്പെസിഫിക് ആയി നൽകിയത്. യഹോവയോട് ഞാൻ അപേക്ഷിച്ചത് അവൻ എനിക്ക് തന്നു, അപേക്ഷിച്ച് വാങ്ങി. ഏതെങ്കിലുമൊക്കെ വിഷയങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയിൽ വെച്ചിട്ടുള്ളവരെന്ന് കൈ ഉയർത്തി. അല്ലാത്തവർക്ക് 12:45 പോകാം കേട്ടോ. കാരണം 1 മണിയാകുമ്പോൾ കറക്റ്റായിട്ട് ഊണ് കഴിക്കാം. ബാക്കിയുള്ളവർ ഇരുന്നിട്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇന്നത്തെ മീറ്റിംഗ് ഈ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയിൽ വെച്ചിട്ടുള്ളവന്റെ പകലാണ് ഇന്ന് പകൽ. അത് 100%. ദൈവസന്നിധിയിൽ ഏതെങ്കിലും വിഷയങ്ങൾ പ്രാർത്ഥനയിൽ വർഷങ്ങളായിട്ട് പ്രാർത്ഥിക്കുന്ന, വർഷങ്ങളായിട്ട് അതിന്റെ പുറകെ നിൽക്കുന്നു, വർഷങ്ങളായിട്ട് അത് ഇങ്ങനെ ഡിലേ ആയി കിടക്കുന്നു, വർഷങ്ങളായി അതിനകത്ത് ചലനങ്ങളില്ല. ഇന്ന് ആ ഫയൽ ഇവിടെ എടുക്കും. കർത്താവിന്റെ ആത്മാവ്, the angel of the Lord, the spirit of the Lord, in the name of Jesus, ആ ഫയലുകൾ ഇന്ന് ആത്മതലത്തിൽ എടുക്കും. വിശ്വസിക്കുന്നവർ കരങ്ങൾ അടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു. വിശുദ്ധ ബൈബിളിൽ 7 പുസ്തകങ്ങളിലായി 140-ലധികം തവണ പരാമർശിച്ചിരിക്കുന്ന ഒരു പദമാണ്, ഒരു വാക്കാണ്, ഒരു പേരാണ് സാമുവേൽ എന്ന് പറയുന്നത്. വിശുദ്ധ വേദപുസ്തകത്തിലെ 7 പുസ്തകങ്ങളിലായി 140 about times 140-ലധികം തവണ പറഞ്ഞിരിക്കുന്ന, പരാമർശിച്ചിരിക്കുന്ന ഒരു പേരാണ് സാമുവേൽ എന്നുള്ള പേര്.
God has heard. ദൈവം എന്റെ പ്രാർത്ഥന കേട്ടു എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അതുകൊണ്ടാണ് ഞാൻ അവനെ യഹോവയോട് അപേക്ഷിച്ചു വാങ്ങി എന്ന് പറഞ്ഞ്, ഞാൻ ചോദിച്ചത്, ഞാൻ അപേക്ഷിച്ചത്, ഞാൻ ദൈവത്തോട് ആവശ്യപ്പെട്ടത് അവൻ എനിക്ക് നൽകി എന്ന് പറഞ്ഞ് ഹന്ന ആ പേരിട്ടു. നിങ്ങൾ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ചിലതിന്, നിങ്ങളുടെ കയ്യിൽ ഇതുവരെ വന്നിട്ടില്ലാത്ത ചിലതിന് നിങ്ങൾ പേരിടുന്ന ഒരു പകലാക്കി പരിശുദ്ധാത്മാവ് ഇന്നത്തെ പകലിനെ മാറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഓ യെസ് 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 യെസ്. ഹല്ലേലൂയ. Blessed be the name of the Lord. ഈ ഹന്ന എന്ന സഹോദരി അസാധാരണമായ നിലയിൽ പ്രാർത്ഥിക്കുന്ന ഒരു സഹോദരിയായിരുന്നു. ഹന്നയുടെ സഹോദരിയായ പെനീനായിക്ക് മക്കളുണ്ടായിരുന്നു. ഉള്ള പെനീന ഒരു വലിയ ദോഷം ഹന്നയോട് ചെയ്തു. ഈ പാവപ്പെട്ട പ്രാർത്ഥിക്കുന്ന ഹന്ന എന്ന സഹോദരിയെ ഈ പെനീന എപ്പോഴും മുഷിപ്പിക്കുമായിരുന്നു, കളിയാക്കുമായിരുന്നു, വേദനിപ്പിക്കുമായിരുന്നു, പരിഹസിക്കുമായിരുന്നു. നമ്മുടെ മലയാള ഭാഷയിൽ പറഞ്ഞാൽ, നിനക്കെന്താ മക്കളില്ലാത്തെ, നീ എന്താ ഇങ്ങനെ ആയിപ്പോയെ, നിനക്ക് മാത്രം ഇങ്ങനൊരു അവസ്ഥ എന്താ, നീ കുറെ കൊല്ലമായിട്ട് പള്ളിയിലിരുന്ന് പ്രാർത്ഥിക്കുകയാണല്ലോ, നീ പ്രാർത്ഥനകൾക്കെല്ലാം ഓടി നടക്കുകയാണല്ലോ, എന്നെ നോക്ക്, ഞാൻ പ്രത്യേകിച്ച് വലിയ പ്രാർത്ഥനയ്ക്കൊന്നും പോയിട്ടില്ല, ഞാൻ പ്രത്യേകിച്ച് നിന്റെ അത്രയൊന്നും കൈകൊട്ടുവോ പാടുവോ ഒന്നും ചെയ്യുന്നില്ല, പക്ഷെ എനിക്ക് ഞാൻ ചോദിച്ചതെല്ലാം അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ചതെല്ലാം എനിക്ക് കിട്ടിയിട്ടുണ്ട്, നിനക്കെന്താ ഈ അവസ്ഥ എന്ന നിലയിൽ ഈ മുഷിപ്പിക്കുക എന്ന് പറയുന്നത്, നിങ്ങളെ ആരെങ്കിലും മുഷിപ്പിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. 1 സമൂവേൽ 1:6 പറയുന്നുണ്ട്, ഹന്നായുടെ ഗർഭം ദൈവം അടച്ചിരുന്നതിനാൽ അവളുടെ പ്രതിയോഗി അവളെ വ്യസനിപ്പിക്കുവാൻ തക്കവണ്ണം വളരെ മുഷിപ്പിച്ചു. അല്ലെങ്കിൽ ഈ മുഷിപ്പിക്കുക എന്ന് പറയുന്നത് നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യുക. നിങ്ങളെ ആരെങ്കിലും ഇറിറ്റേറ്റ് ചെയ്തിട്ടുണ്ടോ? യോഗം കഴിയുമ്പോൾ എനിക്കൊന്ന് പ്രാർത്ഥിക്കണം, എനിക്ക് വേണം ആ ഗ്രേസ്. ഇവരെ ഇതുവരെ ആരും ഇറിറ്റേറ്റ് ചെയ്തിട്ടില്ല. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അല്ലെ, ഞാൻ അത്രയും ലൈവ് ആയതുകൊണ്ട് ഞാൻ അത്രേ പറയുന്നുള്ളൂ. ഹല്ലേലൂയ. അല്ലെ, ഞാൻ പറഞ്ഞേനെ, നിങ്ങൾ ആരും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാറില്ലയോ, ഈ ആരുമായിട്ട് ഒരു കണക്ഷനും ഇല്ലയോ, എവിടെയെല്ലാം ആരെല്ലാം ഏതെല്ലാം സാഹചര്യങ്ങളിൽ നമ്മെ ഇറിറ്റേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ഓഫീസിൽ, നിങ്ങളുടെ വീട്ടിൽ, ഏറ്റവും കൂടുതൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ അറ്റാക്ക് ചെയ്തിട്ടുള്ളത്, നിങ്ങളെ മോഷിപ്പിച്ചിട്ടുള്ളത്, നിങ്ങളെ ഇറിറ്റേറ്റ് ചെയ്തിട്ടുള്ളത് നിങ്ങളുടെ ഫെയ്ത്തിൽ, നിങ്ങളുടെ വിശ്വാസത്തെ അല്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസ ജീവിതത്തെ ആയിരിക്കും. 100%. എന്നെ ഏറ്റവും കൂടുതൽ അറ്റാക്ക് ചെയ്തിട്ടുള്ളതും ഏറ്റവും കൂടുതൽ മുഷിപ്പിച്ചിട്ടുള്ളതും ചോദ്യം ചെയ്തിട്ടുള്ളതും വീട്ടിനകത്ത് ഏറ്റവും കൂടുതൽ വഴക്ക് നടന്നിട്ടുള്ളതും വിശ്വാസത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞാണ്. പ്രാർത്ഥിച്ചതിന്, സ്നാനപ്പെട്ടതിന്, അന്യഭാഷ പറഞ്ഞതിന്, ഇങ്ങനെയുള്ള ആരാധനയ്ക്ക് പോയതിന്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ കളിയാക്കൽ കേട്ടത്. ഇപ്പോഴും പല പേരുകൾ വിളിച്ച് കളിയാക്കുന്നതും ഒക്കെ ഇങ്ങനെ സ്പിരിച്വൽ കാര്യങ്ങളോടുള്ള ബന്ധത്തിലാണ്. ആർ യു ലിസണിങ് മീ? ആത്മീക വിഷയങ്ങളോടുള്ള ബന്ധത്തിലാണ്. ഹന്നായെ അതിശക്തമായ നിലയിൽ പെനീന എന്ന ഈ സഹോദരി ഇറിറ്റേറ്റ് ചെയ്തു, മുഷിപ്പിച്ചു. പക്ഷെ ഇത്രയും ഡിസ്കറേജ്മെന്റ്സ്, ലിസൺ ടു മീ, ഡിസ്കറേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. ഞാനിന്ന് രാവിലെയും വാഹനത്തിൽ വണ്ടിയിൽ വന്ന സമയത്ത് ഞാൻ ജീനായോടും എൻ്റെ കൂടെയുള്ള ലിബിനോടും പറയുവാണ്, പലപ്പോഴും നമുക്ക് പല കാര്യങ്ങൾക്കകത്ത് നിന്നും ഒരു എൻകറേജ്മെന്റും എങ്ങും കിട്ടാറില്ല. നമ്മൾ ഇന്നലെ വൈകിട്ടൊക്കെ നടന്ന മീറ്റിങ്ങിൽ എത്ര ഡീറ്റെയിലായിട്ടാണ് ഒരു പരിചയമില്ലാത്ത ആളുകളോട് എത്ര ഡീപ്പായിട്ടാണ് പരിശുദ്ധാത്മാവ് പ്രൊഫസ് ചെയ്തത്. അവരാദ്യം വരികയാണ്, അവരുടെ പ്രെയർ കാർഡ് ഇവിടെ എഴുതി കൊടുക്കുകയോ, അവർ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുകയോ, ആദ്യമായിട്ടാണ് എന്നെ കാണുന്ന വാട്സാപ്പിൽ മെസ്സേജ് അയക്കുകയോ പ്രെയർ കാർഡ് എഴുതി കൊടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഈ ചർച്ചുമായിട്ട് അവർക്ക് ഒരു കണക്ഷനും ഇല്ല. അവർ ഫസ്റ്റ് ടൈം വരികയാണ്. ഇങ്ങനെ എത്ര പേർ, എത്രയോ 100 കണക്കിന് ആളുകൾ. അവരോട് വളരെ ഡീറ്റെയിൽ ആയിട്ട് അവരുടെ ഹസ്ബൻഡിന്റെ പേര്, ആ പേര് പറഞ്ഞപ്പോൾ അവർ എക്സൈറ്റഡ് ആയി.
അത് കഴിഞ്ഞ് ആ മനുഷ്യന്റെ വീട്ടിൽ വിളിക്കുന്ന പേര് പറഞ്ഞു, ആ മനുഷ്യന്റെ മദറിന്റെ പേര് പറഞ്ഞു, ആ വീടിനുള്ള എൻ്റെ ആളുകളുടെ ഡീറ്റെയിൽസ് പറഞ്ഞു, അവരുടെ മകന്റെ വിഷയം പറഞ്ഞു, അവന്റെ ഡേറ്റ് ഓഫ് ബർത്ത്. ഇങ്ങനെ പറഞ്ഞ് ആ വീട്ടിനകത്ത് നടക്കുന്ന ഒത്തിരി പ്രശ്നങ്ങൾ, ആ കുഞ്ഞിന്റെ എഡ്യൂക്കേഷനോടുള്ള ബന്ധത്തിൽ നടന്ന പ്രോബ്ലംസ് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി അതിനെല്ലാം പ്രാർത്ഥനയിൽ അഴിച്ചഴിച്ച് ദൈവം കളഞ്ഞു. Amen. ഒരനക്കവുമില്ല. Praise the Lord. എന്നാ ആ പറഞ്ഞതിനകത്ത് എന്തേലും ഒന്ന് തെറ്റിയ, ആ പറഞ്ഞ പേരൊന്ന് തെറ്റിയ, ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ പേരുള്ളത്. ഹല്ലേലൂയ. അതിനകത്ത് എന്തേലും ഒന്ന് തെറ്റിയിരുന്നെങ്കിൽ, അതിനകത്ത് എന്തേലും ഒരു മിസ്റ്റേക്ക് വന്നിരുന്നെങ്കിൽ അതങ്ങ് ആഘോഷിച്ചേനെ. ഹല്ലേലൂയ. അതിന് ഇഷ്ടം പോലെ ആളുകളുണ്ട്. ആർ യു ലിസണിങ് മീ? ഡിസ്കറേജ് ചെയ്യുവാനുള്ള ആളുകളുടെ എണ്ണമാണ് സമൂഹത്തിൽ കൂടുതൽ. എൻകറേജ് ചെയ്യുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. കാരണം അതുപോലെയാണ് അസൂയ, ജലസി എന്ന് പറയുന്ന സ്പിരിറ്റ് ഈ മേഖലകളിൽ അൺസീൻ വേൾഡിൽ മൂവ് ചെയ്യുന്നത്. ദാവീദിനെ ശൗലിന് കണ്ടുകൂടാതിരുന്നതിന്റെ കാരണം, ദാവീദ് ഒരു വാക്കുകൊണ്ടോ ഒരു പ്രവൃത്തി കൊണ്ടോ പോലും ശൗലിനെ ഒന്നും ചെയ്തിട്ടില്ല. ശൗലിന് എതിരെ ഒരു കാര്യവും ദാവീദ് നീക്കിയിട്ടില്ല. അതുല്ലാം ഗുഹയിൽ വെച്ച് ശൗലിനെ കൊന്നുകളയാൻ ദാവീദിന് അവസരം കിട്ടിയിട്ട് പോലും ഞാൻ എൻ്റെ യജമാനന്റെ നേരെ, ദൈവത്തിന്റെ അഭിഷിക്തന് നേരെ എന്റെ കൈ ഉയർത്തത്തില്ല, അവൻ യഹോവയുടെ അഭിഷിക്തനാണ് എന്ന് ദൃഢനിശ്ചയത്തിൽ ദൃഢപ്രതിജ്ഞ ചെയ്ത ദൈവമനുഷ്യനാണ് ദാവീദ്. എന്നിട്ടും ശൗലിന് ദാവീദിനെ കണ്ടുകൂടായിരുന്നു. റീസൺ എന്തുവാന്ന് ചോദിച്ചാൽ ഒറ്റ റീസണേ ഉള്ളൂ, ദാറ്റ് ഈസ് ജലസി. അത് ജലസി ആയിരുന്നു, അത് അസൂയായിരുന്നു. അസൂയയിൽ നിന്നുണ്ടായ തെറ്റിദ്ധാരണയായിരുന്നു. ഇതൊരിക്കലും വർക്കാകത്തില്ല, ഇതൊരിക്കലും നമുക്ക് ബ്ലസ്സിങ് ആകത്തില്ല. അസൂയയോടെ പെരുമാറിയ ശൗലിന്റെ ജീവിതവും ജീവിത ചരിത്രവും അവസാനവും എന്തായിരുന്നു എന്ന് നമ്മൾ തിരുവെഴുത്തിൽ കാണുന്നു. അസൂയയില്ലാതിരുന്ന, ദൈവത്തിന്റെ അഭിഷിക്തനെ റെസ്പെക്ട് ചെയ്ത, അനോയിന്റിങ്ങിനെ റെസ്പെക്ട് ചെയ്ത, ദൈവത്തിന് വേണ്ടി നിന്ന, ദൈവത്തിന് വേണ്ടി പാടിയ, ഇടയ്ക്കൊക്കെ ചില വീഴ്ചകൾ ഉണ്ടായിട്ട് പോലും ദൈവത്തിന്റെ പാദപീഠത്തിൽ വീണ്ടും പോയി കിടന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ച് മടങ്ങി വന്ന ദാവീദിന്റെ ചരിത്രം ഏത് നിലയിൽ പോയെന്നും തിരുവെഴുത്തുകൾ വ്യക്തമാക്കുന്നു. Amen. Hallelujah. Are you listening me? Yes. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഞാൻ ഈ കൂട്ടത്തോട്, നമുക്ക് നമ്മുടെ ചർച്ചിനോട് പറയാനുള്ള ഫ്രീഡമേ ഉള്ളൂ. എല്ലാവരോടും കയറി ശാസിക്കാനോ തിരുത്താനോ ഉള്ള ഫ്രീഡം എല്ലാവർക്കും ഇല്ല. പക്ഷേ ഈ കൂട്ടത്തോട് ഞാൻ പറയുന്നു, നിങ്ങൾ ഡിസ്കറേജ് ചെയ്യുന്ന കൂട്ടമാകരുത്, നിങ്ങൾ എൻകറേജ് ചെയ്യുന്ന കൂട്ടമാകണം. നിങ്ങളുടെ മുഖഭാവം കൊണ്ട്, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് കൊണ്ട്, ഫേസ് എക്സ്പ്രഷൻസ് കൊണ്ട്, നിങ്ങളുടെ ബോഡി ലാംഗ്വേജസ് കൊണ്ട് നിങ്ങൾ മറ്റുള്ളവരെ എൻകറേജ് ചെയ്യുന്നവരായി മാറിയാൽ വർധനവുണ്ടാകും. ഒരു കുഞ്ഞൊരു നല്ല പാട്ട് പാടി ആ കുഞ്ഞിനെ എൻകറേജ് ചെയ്താൽ ഉറപ്പായിട്ടും അടുത്ത തവണ അതിനേക്കാൾ മെച്ചമായി ആ കുഞ്ഞ് പാടും. ഒരു ദൈവദാസൻ അല്പം ചിലപ്പോൾ ചില വാക്കുകൾ, ആരാ ഇവിടെ പൂർണ്ണരായിട്ടുള്ളത്, ആരാ ഇവിടെ എല്ലാവരും പെർഫെക്റ്റ് ആയിട്ടുള്ളത്? ചില വാക്കുകളിൽ തെറ്റുകൾ വരാം, ചില വാക്കുകളിൽ നാക്ക് പിഴവുകൾ വരുമ്പോഴും അത് നാക്കുപിഴ പറ്റിയത്, ഒരു വാക്ക് തെറ്റിപ്പോയി അല്ലെങ്കിൽ അങ്ങനെ ഒന്ന് പറഞ്ഞു പോയി, അത് ഞാനാണെങ്കിൽ ചിലപ്പോൾ അങ്ങനെ സംഭവിക്കാമെന്ന് ചിന്തിച്ച് ആ വ്യക്തിയെ ചവിട്ടിത്താക്കാതെ, വലിച്ചു കീറാതെ, എറിഞ്ഞു കളയാതെ, ഉപേക്ഷിക്കാതെ, നാട് നീളെ നടന്നവനെ കൊന്നുകളയാതെ അവനെ പ്രാർത്ഥനയിൽ ചേർത്ത് പിടിച്ച് എൻകറേജ് ചെയ്താൽ അവൻ പിന്നത്തേതിൽ ശക്തിയോടെ കയറി വരുന്നത് കാണാൻ കഴിയും. ഞാൻ ഇങ്ങനെ വീണ്ടും ആവർത്തിക്കുന്നു നിങ്ങളോട്, നിങ്ങൾ ഡിസ്കറേജ് ചെയ്യുന്ന അമ്മയാകരുത്, നിങ്ങൾ ഡിസ്കറേജ് ചെയ്യുന്ന അപ്പനാകരുത്, നിങ്ങൾ ഡിസ്കറേജ് ചെയ്യുന്ന പാസ്റ്റർ ആകരുത്, നിങ്ങൾ ഡിസ്കറേജ് ചെയ്യുന്ന വിശ്വാസിയാകരുത്, നിങ്ങൾ ഡിസ്കറേജ് ചെയ്യുന്ന മക്കളാകരുത്. നിങ്ങൾ പലരെയും ആത്മാവിൽ ചേർത്ത് പിടിക്കുന്ന, എൻകറേജ് ചെയ്യുന്നവരാകണം. എന്താണ് പെനീനായിക്ക് പറ്റിയത്? പെനീന എന്ന സഹോദരി അന്നായെ മുഷിപ്പിച്ചു.
ഈ പ്രാർത്ഥിക്കുന്ന ഹന്ന ശരിക്കും പെനീനായ്ക്ക് ഒരു ഇറിറ്റേഷൻ ആണ്. വിഷമിക്കരുത്, പ്രാർത്ഥിക്കുന്ന താങ്കൾ പലർക്കും ഒരു ഇറിറ്റേഷൻ ആണ്. അതൊരു സാധാരണ കാര്യമാണ്, അതൊരു നോർമൽ കാര്യമാണ്. പ്രാർത്ഥിക്കുന്ന നിങ്ങൾ പലർക്കും ഒരു ഇറിറ്റേഷൻ ആണ്. കാരണം ഇരുട്ടും വെളിച്ചവും കൂടെ ഒന്നിച്ചു പോകത്തില്ല. ആമേൻ, ഹല്ലേലൂയ. ഇരുട്ടും വെളിച്ചവും കൂടെ ഒന്നിച്ചു പോകത്തില്ല. പെട്രോളും പച്ചവെള്ളവും കൂടെ ഒന്നിച്ചു പോകത്തില്ല. എത്ര പേർക്ക് ഞാൻ ഈ പറയുന്ന മനസ്സിലാക്കാൻ കഴിയുന്നു? ഇത് രണ്ടും കൂടെ ഒന്നിച്ചു പോകത്തില്ല. ഈ ലോകത്തിന്റെ ശക്തികൾക്ക് നിങ്ങളോടൊരു അസ്വസ്ഥതയുണ്ട്, പക്ഷെ നിങ്ങൾക്ക് അവരോട് അസ്വസ്ഥത ഉണ്ടാകരുത്, നിങ്ങൾക്ക് അവരോട് ബുദ്ധിമുട്ടുണ്ടാകരുത്, നിങ്ങൾ അവരോട് യുദ്ധത്തിന് നിൽക്കരുത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ചേർന്ന് ആമേൻ പറയാവോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പെനീനായ്ക്ക് ഒരു അസ്വസ്ഥത ഉണ്ടായിരുന്നു, ഹന്നയോട് മുഷിപ്പിക്കുന്നവളായിരുന്നു. പക്ഷെ ഈ ഡിസ്കറേജ്മെന്റ് ടൈമിലും നിങ്ങളിത് ഇന്നിത് ആരോടൊക്കെയോ ഉള്ള ഒരു ദൈവിക ആലോചനയാണ്. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഇതൊരു പ്രൊഫറ്റിക് മെസ്സേജ് ആണ്. ഇത്രയും ഹന്നയെ പെനീന ഇറിറ്റേറ്റ് ചെയ്യുമ്പോഴും ഡിസ്കറേജ് ചെയ്യുമ്പോഴും അങ്ങനെ ഒരു കമ്മ്യൂണിറ്റിക്കകത്ത്, അങ്ങനെ ഒരു സമൂഹത്തിനകത്ത് ഹന്ന നിൽക്കുമ്പോഴും ഹന്നയുടെ പ്രാർത്ഥന ഹന്ന അവസാനിപ്പിച്ചില്ല. ഹന്ന ചർച്ചിൽ പോകുന്നത് നിർത്തിയില്ല, ഹന്ന പ്രാർത്ഥനയ്ക്ക് പോകുന്നത് നിർത്തിയില്ല, ഹന്ന ആലയത്തിൽ പോകുന്നത് നിർത്തിയില്ല, ഹന്ന ദൈവത്തെ ആരാധിക്കുന്നത് നിർത്തിയില്ല. ഞാൻ ഇങ്ങനെ നിങ്ങളെ നോക്കി പറയുന്നു, പ്രത്യേകിച്ച് 2026 ഈ ജൂൺ മാസത്തിൽ നിന്നുകൊണ്ട് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു. നിങ്ങളെ ഡിസ്കറേജ് ചെയ്യുന്ന പലതും, നിങ്ങളെ ഡിസ്കറേജ് ചെയ്യുന്ന, നിങ്ങളുടെ പ്രാർത്ഥനയെ ചോദ്യം ചെയ്യുന്ന, നിങ്ങളുടെ ആരാധനയെ എതിർക്കുന്ന, നിങ്ങളുടെ വിശ്വാസത്തിന് വിരോധമായി സംസാരിക്കുന്ന, നിങ്ങളുടെ വാട്സാപ്പിനകത്തും മെസ്സഞ്ചറിനകത്തുമൊക്കെ വേണ്ടാത്തതൊക്കെ അയച്ച് നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരു സമൂഹം നിങ്ങളുടെ ചുറ്റും നിൽക്കുമ്പോഴും അതിനെ ഒന്നും എതിർക്കാതെ, അതിനെ യേശു കർത്താവ് ചെയ്തതുപോലെ അവൻ ക്രൂശിനെ സഹിച്ചു, അപമാനത്തെ അലക്ഷ്യമാക്കി. വീണ്ടും പറയുന്നവൻ ക്രൂശിനെ സഹിച്ചു, അപമാനത്തെ അലക്ഷ്യമാക്കിയതുപോലെ നിങ്ങളെ വിളിച്ച വിളിയിലേക്കും നിങ്ങളെ തെരഞ്ഞെടുത്ത തെരഞ്ഞെടുപ്പിലേക്കും നിങ്ങൾ ഫോക്കസ് ചെയ്യുമെങ്കിൽ നിങ്ങളുടെ ലൈഫ് യേശുവിന്റെ നാമത്തിൽ വിക്ടോറിയസ് ആകും, ബ്ലെസ്ഡ് ആകും. വിശ്വസിക്കുന്നവർ കരങ്ങൾ അടിച്ച് ദൈവത്തിന് നന്ദി പറയാം. You never focus any situation, any circumstances, fixing our eyes on Jesus. യേശുവിലേക്ക് കണ്ണുകളെ ഉറപ്പിക്കുക. Yes, amen. Praise the Lord. Hallelujah. പക്ഷേ ഹന്ന എന്ന് പറയുന്ന സഹോദരി നേർന്നത് നിവർത്തിച്ച മകളാണ്. ദേവാലയത്തിൽ പോകുന്ന പതിവ് തെറ്റിക്കാത്ത മകളാണ്. അതുകൊണ്ട് കാലങ്ങൾ പലത് പിന്നിട്ടു. ഒരു കാര്യം മനസ്സിലാക്കണം, ഒരു ഫെബ്രുവരി കൊണ്ടോ, ഒരു മാർച്ച് മാസം കൊണ്ടോ, ഒരു ഏപ്രിൽ മാസം കൊണ്ടോ നിങ്ങളുടെ ജീവിതം തീരുന്നതല്ല. കഴിഞ്ഞ ഫെബ്രുവരിയിലായിരുന്നു ബ്രദറെ എനിക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായത്. എന്റെ പൊന്നുപാസേ, കഴിഞ്ഞ ഏപ്രിൽ മാസം എന്റെ ജീവിതത്തിലുണ്ടായ അറ്റാക്കുകൾ, ആ ഏപ്രിൽ കൊണ്ടോ കഴിഞ്ഞ ഫെബ്രുവരി കൊണ്ടോ തീരുന്നതല്ല നിന്റെ ലൈഫ്. ഹന്നമാരുടെ ശ്രദ്ധയ്ക്ക്, പ്രാർത്ഥിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക്, നാളുകൾ പിന്നിട്ട് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്കറിയാമോ, ഹന്നയ്ക്ക് സ്വർഗത്തിലെ ദൈവം 6 മക്കളെ നൽകി. സാമുവേൽ ഉൾപ്പെടെ ഹന്നയ്ക്ക് 6 മക്കളെ നൽകി. 4 ആൺമക്കളും 2 പെൺമക്കളും. Are you listening me? Amen. ഹന്നയുടെ ഗർഭം ദൈവം തുറന്നു. ദൈവം തുറന്നാൽ അത് ചെറുതായിരിക്കത്തില്ല. ഒന്ന് ശമൂവേൽ 2:21 ബൈബിൾ പറയുന്നു, യഹോവ ഹന്നയെ കടാക്ഷിച്ചു, അവൾ ഗർഭം ധരിച്ച് 3 പുത്രന്മാരെയും 2 പുത്രിമാരെയും പ്രസവിച്ചു. സാമുവേൽ ബാലനോ, അപ്പോൾ സാമുവേൽ ജനിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് അങ്ങനെ എഴുതിയിരിക്കുന്ന സാമുവേൽ ബാലനോ യഹോവയുടെ സന്നിധിയിൽ വളർന്നു. സാമുവേൽ ബാലൻ യഹോവയുടെ സന്നിധിയിൽ വളരുന്ന ആ കാലഘട്ടത്തിൽ പിന്നെ വീണ്ടും 3 പുത്രന്മാരെയും 2 പുത്രിമാരെയും കൂടെ ഹന്നയ്ക്ക് ദൈവം കൊടുത്തു. അങ്ങനെ 6 മക്കളെ ദൈവം ഹന്നയ്ക്ക് കൊടുത്തു. ഇതെവിടെ പെനീന? എവിടെ പരിഹസിച്ചവൾ?
എവിടെ മുഷിപ്പിച്ചവൾ? Amen. നിന്റെ പ്രാർത്ഥനയ്ക്ക് എന്താ മറുപടി ഇല്ലാത്ത? നീ എന്താ മച്ചിയായ? നിനക്കെന്താ മക്കളില്ലാത്തെന്ന് ചോദിച്ചവൾ ഇപ്പോൾ എവിടെ? ദൈവമക്കളെ, നിങ്ങളുടെ വാക്കുകൊണ്ടോ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് കൊണ്ടോ ആരുടെയും വായടപ്പിക്കണ്ട. നിങ്ങളിൽ വെളിപ്പെടുന്ന വിടുതലുകൾ വായടപ്പിക്കും. ഞാൻ ഒന്നുകൂടെ പറയാം, നിങ്ങളുടെ വാക്കുകൊണ്ടോ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് കൊണ്ടോ ആരുടെയും വായടപ്പിക്കാനോ എതിർക്കാനോ നിങ്ങൾ ശ്രമിക്കണ്ട. ദൈവം നിങ്ങളിലും നിങ്ങളുടെ തലമുറയിലും ചെയ്യുന്ന പ്രവൃത്തി ചിലതിന്റെ വായ അടപ്പിക്കും. വിശ്വസിക്കുന്നവർ ഇതിനകത്തുണ്ടെങ്കിൽ അവർക്ക് ദൈവത്തിന് നന്ദി പറയാം. യേശുവിന്റെ നാമത്തിൽ ഈ ദിവസങ്ങളിൽ ഉണ്ടാകാൻ പോകുന്ന ചില അത്ഭുത സാക്ഷ്യങ്ങൾ in the name of Jesus. ചില അത്ഭുത സാക്ഷ്യങ്ങൾ. Amen. Receive it. Shakabamana barasantilia. Samtelabanaga. Hallelujah. Hallelujah. ഇനി നിങ്ങൾക്കറിയാം പ്രിയമുള്ളവരെ, പരിഹസിച്ച, മുഷിപ്പിച്ച, അപമാനിച്ച പെനീനായുടെ മക്കളുടെ പേര്, പെനീനായ്ക്ക് മക്കളുണ്ടായിരുന്നു, പക്ഷെ പെനീനായുടെ മക്കളുടെ പേര് ബൈബിളിൽ എഴുതിയിട്ടില്ല. പെനീനായുടെ തലമുറയുടെ ചരിത്രം ഒരൊറ്റ ഭാഗത്തെ പറയുന്നുള്ളൂ. അവർ എന്നാ എഴുതിയിരിക്കുന്നത്. അവർ രാമജയം സോഫമിന്റെ അതിരുകളിൽ ഒതുങ്ങി. അവർ രാമജയം സോഫമിന്റെ അതിരുകളിൽ ഒതുങ്ങി എന്ന് പെനീനായുടെ ജനറേഷനെ കുറിച്ച് എഴുതിയിരിക്കുമ്പോൾ, പരിഹസിച്ചവളുടെ, പ്രാർത്ഥനയെ ചോദ്യം ചെയ്തവളുടെ, അപമാനിച്ചവളുടെ തലമുറകൾ മതിൽക്കെട്ടുകളിൽ ഒതുങ്ങിപ്പോയപ്പോൾ, ഹന്നായുടെ മകൻ ദാൻ മുതൽ ബർശേബ വരെ യഹോവയുടെ വിശ്വസ്ത പ്രവാചകനായി, ദേശത്തെ തൊടുന്നവനായി, ഇസ്രായേലിന്റെ ന്യായപാലകനായി, ഇസ്രായേലിന്റെ പ്രവാചകനായി, ഇസ്രായേലിന്റെ പുരോഹിതനായി ഇന്ന് പകൽ ഈ കൂട്ടത്തെ നോക്കി ദൈവാത്മ പറയുന്നു, നീ ദൈവത്തിന്റെ സന്നിധിയിൽ എന്തെങ്കിലും അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവത്തിന്റെ സന്നിധിയിൽ ഇടിവിൽ നിന്നിട്ടുണ്ടെങ്കിൽ, Almighty God will change in the situation. Hallelujah. 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 പെനീനായെ കുറിച്ചുള്ള ചരിത്രം ഒരു വാക്കിൽ ഒതുങ്ങിയെങ്കിൽ, പെനീനായെ കുറിച്ചുള്ള ചരിത്രം ഒരധ്യായത്തിൽ ഒതുങ്ങിയെങ്കിൽ, ഹന്നായെ കുറിച്ചും ഹന്നായുടെ തലമുറയെ കുറിച്ചുള്ള ചരിത്രം 50-ലധികം അധ്യായങ്ങളിലേക്ക് എഴുതപ്പെട്ടു. ചിലത് വൈകുമ്പോൾ പിറുപിറുക്കരുത്, ചിലത് വൈകുമ്പോൾ പിറുപിറുക്കരുത്. ചിലർ നിങ്ങളെ ഡിസ്കറേജ് ചെയ്യുമ്പോൾ കളഞ്ഞിട്ട് പോകരുത്. ചിലർ നിങ്ങൾക്കെതിരെ നിൽക്കുമ്പോൾ ഇട്ടിട്ട് പോകരുത്. നിങ്ങൾ അവിടെയും സ്റ്റേബിൾ ആയി നിന്നാൽ, നിങ്ങൾ വിശ്വാസത്തിൽ ഉറച്ചു നിന്നാൽ, നിങ്ങൾ പ്രാർത്ഥനയിൽ ഉറച്ചു നിന്നാൽ സാഹചര്യങ്ങൾ മാറും. Are you listening me? Hallelujah. Thank you, precious Jesus. ഒന്നാമതായി കർത്താവ് അറിയിക്കുന്നു, നിങ്ങളെ ഡിസ്കറേജ് ചെയ്യുന്ന സിറ്റുവേഷൻസിന്റെ നടുവിലും, നിങ്ങളെ എൻകറേജ് ചെയ്യുവാൻ ആരുമില്ലാത്ത സമൂഹത്തിന്റെ നടുവിലും, നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങൾക്ക് ദൈവത്തോടുള്ള ബന്ധവും ആരാധനയിലുള്ള ഉത്സാഹവും കുറഞ്ഞു പോകരുത്. പോകാതെ ഇരുന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇതേ ചരിത്രങ്ങൾ ആവർത്തിക്കപ്പെടും. ചില പെനീനമാരെ കണ്ട് നിങ്ങൾ ഡൗൺ ആകരുത്. ഇതാരോടാ കർത്താവ് ഇടപെടുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. ചില പെനീനമാരെ കണ്ട് നിങ്ങൾ ഡൗൺ ആകരുത്. ഹല്ലേലൂയ. Thank you, precious Holy Spirit. ഞാൻ കഴിഞ്ഞ ദിവസം ഈ ഒരു ഭാഗം ഇങ്ങനെ ചിന്തിച്ചപ്പോ, ഈ സാമുവേൽ എന്ന് പറയുന്ന
ദൈവപുരുഷൻ, പ്രവാചകൻ, ദൈവത്താൽ നിയോഗിക്കപ്പെട്ട മനുഷ്യൻ, പ്രാർത്ഥനയുടെ മറുപടിയായി ലഭിച്ചവൻ. പ്രത്യേകിച്ച് ഒരു കാര്യം എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. അവിടെ ഈ യഹോവയുടെ സന്നിധിയിൽ വളർന്നു എന്ന വാക്ക് 1 ശമൂവേൽ 2:21 കാണുന്നുണ്ടല്ലേ. അവൻ യഹോവയുടെ സന്നിധിയിൽ വളർന്നു. 1 ശമൂവേൽ 1:24 നോക്കുമ്പോൾ, 24 വാക്യത്തിലേക്ക് നോക്കുമ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട്, യഹോവയുടെ ആലയത്തിലേക്ക്, ശീലോവിൽ യഹോവയുടെ ആലയത്തിലേക്ക് ആരെ കൊണ്ടുവന്നു? ശമൂവേലിനെ കൊണ്ടുവന്നു. ഇനി അതിന്റെ 11 വാക്യത്തിലേക്ക് നോക്കുമ്പോൾ, വേർഡ് 11, 11 വാക്യത്തിൽ നോക്കുമ്പോൾ അവൾ ഒരു നേർച്ച നേർന്നു. ആ നേർച്ച ഇങ്ങനെയാണ്: കർത്താവേ, നീ എനിക്കൊരു ആൺകുഞ്ഞിനെ, ഒരു പുരുഷ സന്താനത്തെ നൽകിയാൽ അടിയൻ അവനെ ജീവപര്യന്തം യഹോവയ്ക്ക് കൊടുക്കും. വർഷങ്ങൾ കാത്തിരുന്ന് ഒരു കുഞ്ഞിനെ ലഭിക്കുമ്പോൾ, വർഷങ്ങൾ കാത്തിരുന്ന് പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ഒരു തലമുറയെ കിട്ടുമ്പോൾ, ഏറ്റവും പ്രഷ്യസ് ആയത്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയത് ഞാൻ എൻ്റെ ദൈവത്തിന് കൊടുക്കും എന്ന് പറയുന്നവർ എത്ര പേരുണ്ട്? എനിക്കറിയാം അതിന് കൈപൊക്കുകയല്ലെന്ന്. അതിന് കൈപൊക്കുന്ന എത്ര പേരുണ്ട്? വലിയ താല്പര്യമില്ലാത്തൊരു വാക്കാണെന്ന് എനിക്കത് അറിയാം. പക്ഷെ എറണാകുളത്ത് അങ്ങനല്ല, അങ്ങനെ അല്ലാത്തവരാണ് ഇവിടെ ഇരിക്കുന്നത്. ഞാൻ അതെന്റെ ദൈവത്തിന് കൊടുക്കും. Are you listening me? ഇവിടല്ല, വളരെ ദൂരെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ ഞാൻ കേട്ടിട്ടുള്ളത്, ഈ 3 പിള്ളേരുണ്ടെങ്കിൽ മൂത്ത മകൻ നല്ലതായിട്ട് പഠിക്കുന്നവനായിരിക്കും. അവനെ നീറ്റിന്റെ എക്സാം എഴുതിച്ച് MBBS ആക്കണം. രണ്ടാമത്തവൻ കുറച്ചുകൂടെ പഠിക്കുന്നവനാണ്. അവനെ BTech പഠിപ്പിച്ച്, അവനെ MTech ഒക്കെ എടുപ്പിച്ച് അവനെ ഒരു നല്ലൊരു എഞ്ചിനീയർ ആക്കി അവനെ ആ നിലയിൽ കൊണ്ടുവരണം. ഇളയ ഒരുത്തൻ അനുസരിക്കത്തുമില്ല, പഠിക്കത്തുമില്ല. ഇങ്ങോട്ട് വിളിച്ച അങ്ങോട്ട് പോകും, അങ്ങോട്ട് വിളിച്ച ഇങ്ങോട്ട് വരും. ഈ പുസ്തകം എടുത്ത് അവിടെ പോയിരിക്കും, അവിടുന്ന് ഈ പുസ്തകം എടുത്ത് അങ്ങോട്ട് പോയിരിക്കും. ഇവൻ വായിക്കത്തുമില്ല, പഠിക്കത്തുമില്ല, കഴിക്കുക, ഉറങ്ങുക, ഫോൺ കാണുക. ഇവൻ ഒരു പണിയും ചെയ്യത്തില്ല. അവനെ ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചിരിക്കുന്നു. സാധാരണ നിലയിൽ അങ്ങനെയാണ് ഞാൻ കൂടുതലും കേട്ടിട്ടുള്ളത്. ഇവിടെ അത് സത്യമാണോ എന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട് പലപ്പോഴും. പക്ഷേ ജീവിതത്തിലെ ഏറ്റവും പ്രഷ്യസ് ആയുള്ള ഈ മകനെ ഹന്ന പറയുകയാണ്, ഞാൻ അവനെ ജീവപര്യന്തം യഹോവയ്ക്ക് കൊടുക്കും. അബ്രഹാമിന് വർഷങ്ങളായി കാത്തിരുന്നു കിട്ടിയ ഇസഹാക്ക് എന്ന പുത്രനെ ദൈവത്തിന്റെ സന്നിധിയിൽ യാഗമായി അർപ്പിക്കുവാൻ ദൈവത്തിൽ നിന്ന് അരുളപ്പാടുകൾ ഉണ്ടായപ്പോൾ അബ്രഹാം ആ ഇസഹാക്കിനെ കയ്യിൽ പിടിച്ച് വിറകെടുത്ത് കത്തിയും തീയും എടുത്ത് മോറിയ മലയിലേക്ക് നടന്നു കയറുമ്പോൾ ഇസഹാക്ക് ചോദിക്കുന്നുണ്ട്, അപ്പാ വിറകും കത്തിയുമുണ്ട്, യാഗമൃഗം എവിടെ? യാഗമൃഗം എവിടെ? ഈ സമയത്ത് അബ്രഹാം പറഞ്ഞു, യഹോവ കരുതിക്കൊള്ളും. ഇസഹാക്കിനെ നൊന്ത് പ്രസവിച്ച സാറയോട് അബ്രഹാം പെർമിഷൻ എടുത്തില്ല, സത്യമായി എടുത്തില്ല. സാറേ, ഇസഹാക്കിനെ യാഗം കഴിക്കുവാൻ ദൈവം എന്നോട് ഇടപെട്ടിരിക്കുന്നു. നമുക്ക് ഇത്രയും വർഷം 100 വർഷം കാത്തിരുന്ന് എനിക്ക് കിട്ടിയ 75-ാമത്തെ എന്റെ വയസ്സിൽ ഞാൻ കേട്ട വാഗ്ദത്തം 100-ാമത്തെ വയസ്സിൽ 25 വർഷത്തെ വാഗ്ദത്വത്തിന്റെ കാത്തിരിപ്പിന് ശേഷം ലഭിച്ച ഈ കുഞ്ഞിനെ യാഗമാക്കുവാൻ ദൈവം എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നു. സാറയെ, കൊച്ചിനെ ഞാൻ മോറിയായിക്ക് കൊണ്ടുപോവുക, അവനെ യാഗം കഴിക്കാൻ പോവുക. നീ എന്തു പറയുന്നു സാറ? വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ എന്നൊരിക്കലും സാറയോട് അബ്രഹാം ചോദിച്ചില്ല. ചോദിക്കേണ്ടതാണ്, ചോദിക്കാതിരിക്കരുത്. അച്ചായമാരുടെ ശ്രദ്ധയ്ക്ക്, ഇന്നത്തെ സാറമാരോട് ചോദിച്ചില്ലെങ്കിൽ വിവരമറിയും. ഹല്ലേലൂയ. മോറിയ മലയിൽ നിന്ന് അടുത്ത ട്രെയിൻ പിടിച്ച് വേറെ ഏതേലും വഴിക്ക് പോകണം. ആരും മിണ്ടുന്നില്ലല്ലോ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പക്ഷെ ഒരിക്കലും അബ്രഹാം ഒരിക്കലും സാറയോട് ചോദിച്ചില്ല, ആ പെർമിഷൻ എടുത്തില്ല. ഇവരുടെ കുടുംബജീവിതത്തിൽ പ്രശ്നമുള്ളത് കൊണ്ടല്ല, അബ്രഹാമിന് സാറയും തമ്മിൽ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല. സാറ എന്ന് പറയുന്നത് അബ്രഹാമിന്റെ മുൻപിൽ ഭയങ്കര
സബ്മിസീവായി നിന്ന പത്രോസിന്റെ ലേഖനത്തിൽ പത്രോസ് പറയുന്നു, സാറ അബ്രഹാമിനെ ബഹുമാനത്തോടെ യജമാനനെ ഡോനായി എന്നായിരുന്നു വിശേഷിപ്പിച്ചിരുന്നത്. അത്ര തമ്മിൽ അവർ ബന്ധമായിരുന്നു, സ്നേഹമായിരുന്നു. പക്ഷേ ആരാധനയോടുള്ള വിഷയത്തിൽ, ദൈവീക അരുളപ്പാടിനോടുള്ള വിഷയത്തിൽ, ദൈവീക ബന്ധത്തോടുള്ള വിഷയത്തിൽ അബ്രഹാമിന് സാറയല്ല വലുത്, സാറയ്ക്ക് മുകളിലാണ് ദൈവം. സാറയ്ക്ക് മുകളിലാണ് ദൈവം. സാറയ്ക്ക് മുകളിലാണ് ദൈവം. ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്നവരോട് പറയുന്നു, നിന്റെ സാഹചര്യങ്ങൾക്ക് മുകളിലാണ് ദൈവം, നിന്റെ കുടുംബത്തിന് മുകളിലാണ് ദൈവം, നിന്റെ ബന്ധങ്ങൾക്ക് മുകളിലാണ് ദൈവം, നിന്റെ സകലത്തിന് മുകളിലാണ് ദൈവം. എന്നേക്കാൾ ഉപരി ആമീൻ ഹല്ലേലൂയ വീടോ ഭാര്യയോ നിലങ്ങളെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് കൊള്ളാവുന്നവനല്ല. അവൻ എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. ഒരുവൻ എന്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെ താൻ ത്യജിച്ച് തന്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ. That dedication, that submission. പ്രിയമുള്ളവരെ, ആ ഒരു സമർപ്പണം എന്റെ ദൈവത്തോടുള്ള ബന്ധത്തിൽ, ആരാധനയോടുള്ള ബന്ധത്തിൽ, ആലയത്തോടുള്ള ബന്ധത്തിൽ, ഞാൻ എന്റെ ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നതിനോടുള്ള ബന്ധത്തിൽ എന്റെ ഫസ്റ്റ് പ്രയോറിറ്റി, ഞാൻ നിങ്ങളോട് സ്നേഹത്തോടെ പറയുന്നു, ദൈവത്തിന് നിങ്ങൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നവരെങ്കിൽ, മത്തായി 6:33 ഞാൻ ഈ പറയുന്നതിന് അടിസ്ഥാനം. മുൻപേ അവന്റെ രാജ്യവും അവന്റെ നീതിയും അന്വേഷിക്കുകയും അതോടുകൂടി ഇതൊക്കെയും നിങ്ങൾക്ക് ലഭിക്കും. ദൈവത്തിന് ഫസ്റ്റ് പ്രയോറിറ്റി നിങ്ങൾ കൊടുത്താൽ നിങ്ങൾക്ക് ദൈവം ഫസ്റ്റ് പ്രയോറിറ്റി നൽകും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ബൈബിളിൽ ഒരു വാക്യമുണ്ട്, വിശുദ്ധന്മാരുടെ പ്രാർത്ഥന ഒരു ധൂപം എന്നതുപോലെ ദൈവസന്നിധിയിൽ എത്തുന്നു. ചിലർ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് ദൈവം നോ പറയത്തില്ല. ചിലർ പ്രഖ്യാപിച്ചാൽ ദൈവം അതിന് നോ പറയത്തില്ല. ചിലർ പ്രാർത്ഥിച്ചാൽ ദൈവം അതുപോലെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ അതിന് ഇങ്ങനെയാണ് മനസ്സിലാക്കിയത്, ദൈവത്തെ അനുസരിക്കുന്നവനെ, ദൈവത്തെ അനുസരിച്ചവളെ, ദൈവത്തെ അനുസരിക്കുന്നവനെ ശ്രദ്ധിക്കുവാൻ ദൈവം തന്റെ രണ്ട് ചെവിയും തുറന്നു വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ വീണ്ടും ആ വാക്ക് ആവർത്തിക്കുകയാണ്, ആ പദം വീണ്ടും ആവർത്തിക്കുകയാണ്. എത്ര പേർക്ക് ഞാൻ ഈ പറയുന്നത് മനസ്സിലാക്കാൻ കഴിയുന്നു? ഹല്ലേലൂയ. എത്ര പേർക്ക് ഞാൻ ഈ പറയുന്നത് മനസ്സിലാക്കാൻ? ആ രണ്ട് വ്യക്തികളാണ്. ഒന്ന് സാമുവേൽ എന്ന് പറയുന്നത്. സാമുവേൽ അങ്ങനെ ഒരാളായിരുന്നു. ഹല്ലേലൂയ. സാമുവേൽ, നോ പ്രോബ്ലം ബ്രദർ, യു ക്യാൻ പ്രൊസീഡ്. സാമുവേൽ അങ്ങനെ ഒരാളായിരുന്നു. മോശെ അങ്ങനെ ഒരാളായിരുന്നു. ആർ യു ലിസണിംഗ് മീ? യെസ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. സാമുവേലിന്റെ വായിൽ നിന്ന് വീഴുന്ന ഒരു വാക്കും ഗ്രൗണ്ടിൽ വീഴത്തില്ലായിരുന്നു. ഇസ്രായേൽ ജനതയെ അവർ ചെയ്ത അകൃത്യങ്ങൾ നിമിത്തം സ്വർഗത്തിൽ നിന്ന് തീ അയച്ച് ആ കൂട്ടത്തെ ഇല്ലായ്മ ചെയ്യാൻ ദൈവം തീരുമാനിച്ചു. അത്രയധികം അവർ പിറുപിറുത്തു, അത്രയധികം അവർ ദൈവത്തിനെതിരെ സംസാരിച്ചു. പക്ഷേ ആ ജനതയ്ക്ക് വേണ്ടി ദൈവം അവർക്കും യഹോവയ്ക്കും ഇടയിൽ ഒരു മധ്യസ്ഥനെ പോലെ കയറി നിന്ന് അവർക്ക് വേണ്ടി അപേക്ഷിച്ചു. മോശയുടെ വാക്ക് ദൈവം കേട്ട് അവരുടെ മേളിൽ വരുത്തുമെന്ന് പറഞ്ഞിരുന്ന ന്യായവിധി ദൈവം റദ്ദാക്കി. ആമേൻ, ആമേൻ. പ്രൈസ് ഗോഡ്. എന്ന് പറഞ്ഞാൽ, കുറച്ചുകൂടെ കയറ്റി വെച്ച് പറഞ്ഞാൽ, ദൈവം എടുത്ത തീരുമാനത്തെ പോലും മോശയുടെ റിക്വസ്റ്റിന്റെ മുൻപിൽ ദൈവം മാറ്റി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചേർന്ന് കർത്താവിനെന്ന് നന്ദി പറഞ്ഞേ. പ്രിയപ്പെട്ടവരെ, എന്റെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ആലയത്തിൽ വളർന്നവൻ എന്ന വാക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രസൻസ് ഓഫ് ഗാഡിൽ വളർന്നവൻ, ദൈവ സാന്നിധ്യത്തിൽ വളർന്നവൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആമേൻ. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ അതിനെ എൻകറേജ് ചെയ്യണം.
ഇന്നിപ്പോ രാവിലെ മുതൽ നിങ്ങളിവിടെ വന്നിരിക്കുകയാണ്. 2 മണിക്കകത്ത് നമ്മുടെ പ്രാർത്ഥന കഴിയും. 1:30 കഴിയുമ്പോഴത്തേനും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങും. നിങ്ങളൊരു 3 മണിയൊക്കെ അടുപ്പിച്ച് വീട്ടിൽ ചെല്ലും പലരും. പക്ഷേ ഈ 2-3 മണിക്കൂർ നിങ്ങൾ ഇന്ന് രാവിലെ ഇവിടെ ഒന്ന് സ്പെൻഡ് ചെയ്തില്ലേ? നിങ്ങളുടെ നോട്ടത്തിൽ, നിങ്ങളുടെ വീക്ഷണത്തിൽ മോനെ ലൈവിന് സൗണ്ട് പോകുന്നുണ്ടോ? പോണം കേട്ടോ. കൂടെ ഇത് മാറുന്നോണ്ട് ഞാൻ കൺഫ്യൂസ്ഡ് ആകുന്നുണ്ട്. ഈ ഫ്ലയറുകൾ വരുന്നത് കൊണ്ട് ലൈവിലുള്ളവർക്ക് ഡിസ്റ്റർബൻസ് വരല്ലേ കേട്ടോ. ഓക്കെ, ചേർന്ന് ആമീൻ പറഞ്ഞേ. ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട് ഞാൻ. ഇതെല്ലാം ശ്രദ്ധിച്ചാൽ പറ്റും. സ്തോത്രം. പ്രസൻസ് ഓഫ് ഗോഡിൽ നിൽക്കുക, പ്രസൻസ് ഓഫ് ഗോഡിൽ വളരുക എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടന്റ് കാര്യമാണ്. ഈ ആമസോൺ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് നിങ്ങളുടെ പലരുടെയും ഫോണിനകത്ത്. നിങ്ങൾക്ക് ഈ ആമസോൺ ഒരു കടയല്ല, പക്ഷെ അതൊരു ആപ്ലിക്കേഷനാണ്. പക്ഷെ ആ ആപ്ലിക്കേഷനകത്ത് കടയിൽ കിട്ടാത്ത സാധനം നിങ്ങൾക്ക് കിട്ടും. മനസ്സിലാവുന്നുണ്ടോ? ഞാനൊരു ഉദാഹരണം പറയണം, ഒരു എക്സാമ്പിൾ പറയാണ്. ഈ ഭൂമിയിൽ ഒരു മനുഷ്യന് വേണ്ടതായ എല്ലാ പ്രോഡക്റ്റുകളും ആമസോൺ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനകത്ത് ഇരിപ്പുണ്ട്. നിങ്ങൾക്ക് അതിൽ നിന്ന് പർച്ചേസ് ചെയ്യാം. ഇതുപോലെ ദൈവം തൻ്റെ എല്ലാ പ്രോഡക്റ്റുകളും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, തൻ്റെ ജനത്തിന്റെ, തൻ്റെ മക്കളിലേക്ക് ദൈവം പകരുന്നത് അവന്റെ പ്രസൻസിനകത്താണ്. Wow. Amen. Praise the Lord. You understand me? പ്രസൻസ് ഓഫ് ഗോഡ് ഉണ്ടെങ്കിൽ, നമ്മുടെ ഒരു മീറ്റിംഗിൽ, ഒരു യോഗത്തിൽ ദൈവ സാന്നിധ്യം ഉണ്ടെങ്കിൽ, ആ പ്രസൻസ് ഓഫ് ഗോഡിനകത്ത്, ആ ദൈവ സാന്നിധ്യത്തിനകത്ത് സൗഖ്യമുണ്ട്. Amen. സൗഖ്യം ദൈവത്തിന്റെ പ്രോഡക്റ്റ് ആണ്. ദൈവം ദാനം നൽകുന്നതാണ്. ഇത് നിങ്ങൾക്ക് പൈസ കൊടുത്ത് മേടിക്കുന്ന പ്രോഡക്റ്റ് അല്ല, ഇത് സൗജന്യമായി നിങ്ങളിലേക്ക് പകരപ്പെടുന്നതാണ്. Amen. ആ പ്രസൻസ് ഓഫ് ഗോഡിനകത്ത് സാൽവേഷൻ ഉണ്ട്. ആ പ്രസൻസ് ഓഫ് ഗോഡിനകത്ത് പീസ് ഉണ്ട്, സമാധാനമുണ്ട്. ആ പ്രസൻസ് ഓഫ് ഗോഡിനകത്ത് ദൈവികമായ എല്ലാ പ്രോഡക്റ്റുകളും ഉണ്ട്. അതുകൊണ്ടാണ് പലരും മൂടിക്കെട്ടി നിരാശപ്പെട്ട് ആകുലപ്പെട്ട് പ്രാർത്ഥനയ്ക്ക് വന്നിരുന്നിട്ട് അവർ തിരിച്ചു പോകുമ്പോൾ എന്തോ വലിയൊരു ലോഡിറക്കി വലിയൊരു ഭാരം ഒഴിഞ്ഞു പോകുന്നത് പോലെ അവർ പോകുന്നതിന്റെ കാരണം ഒരു പാസ്റ്റർ തലയിൽ കൈവച്ചത് കൊണ്ടോ ആരോ പ്രഖ്യാപിച്ചത് കൊണ്ടോ ഒന്നുമല്ല. അവിടെ ഇറങ്ങിയ ദൈവ സാന്നിധ്യം അതിനെ ബ്രേക്ക് ചെയ്ത് കളഞ്ഞതാണ്. ഈ ആരാധനയ്ക്ക് പ്രാധാന്യത, ഇമ്പോർട്ടൻസ് കൊടുത്ത ദൈവത്തിന്റെ അഭിഷിക്തനും ഇസ്രായേലിന്റെ രാജാവുമായിരുന്നു ദാവീദ്. കിങ് ഓഫ് ഇസ്രായേൽ. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം, ബെഞ്ചമിൻ നെതന്യാഹു ഇപ്പോഴും ശക്തനാണ്. ആർ യു ലിസണിങ് മീ? എല്ലാരും ഭയപ്പെടുന്ന ഒരു ഫിഗറാണ്. അതുപോലെ അദ്ദേഹം പ്രൈം മിനിസ്റ്റർ ആണ്. പക്ഷെ ഇസ്രായേലിന്റെ രാജഭരണകാലത്ത് ആ രാജ്യത്തിലെ ഏറ്റവും ശക്തനായ രാജാവായിരുന്നു കിങ് ഡേവിഡ്, ദാവീദ് രാജാവ്. ചെറിയ പദവിയല്ല. ആരും എന്നെ ശ്രദ്ധിക്കുന്നില്ലേ? ചെറിയ പദവിയല്ല. ആ മനുഷ്യൻ പറയുകയാണ്, എനിക്ക് ഇസ്രായേലിന്റെ രാജാവായി ഇരിക്കുന്നതിനേക്കാളും ഇഷ്ടം യഹോവയുടെ ആലയത്തിന്റെ കാവൽക്കാരനായി ഇരിക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ എനിക്ക് രാജ്യത്തിന്റെ രാജാവായി ഇരിക്കുന്നതിനേക്കാളും സന്തോഷം എനിക്ക് ചർച്ചിന്റെ സെക്യൂരിറ്റി ആയിട്ട് ആ ഡോറിന്റെ വെളിയിൽ നിൽക്കുന്നതാണ്. കാരണം പ്രസൻസ് ഓഫ് ഗോഡ് ഉള്ളിടത്ത്, ദൈവ സാന്നിധ്യത്തിനകത്ത് നിൽക്കുന്ന, ഞാൻ ഇങ്ങനെ പറയുന്നു, രാജാവിനേക്കാൾ ശക്തനാണ് ദൈവ സാന്നിധ്യം ഉള്ളിടത്ത് നിൽക്കുന്ന സെക്യൂരിറ്റി. Hallelujah. Are you listening me? രാജസന്നിധിയിൽ രാജഭോജനം കഴിക്കുന്നവന് ലഭിക്കാത്ത ഈ ലോകത്തിലെ ധനവാന്മാർക്കും ധനാഢ്യന്മാർക്കും പണക്കാർക്കും പ്രമുഖന്മാർക്കും കഴിവുള്ളവനും നേതാക്കന്മാർക്കും ലഭ്യമാകാൻ കഴിയാത്തത് പലതും ഇന്ന് പകൽ ഈ ആത്മസാന്നിധ്യത്തിനകത്ത് ആമേൻ ജീവിതത്തിൽ ലഭ്യമാകുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്.
ഹന്നായിക്ക് വലിയ ആഗ്രഹം എന്റെ കുഞ്ഞ്, ഹന്നായിക്ക് വലിയ ആഗ്രഹം എന്റെ കുഞ്ഞ് പ്രസൻസ് ഓഫ് ഗോഡിൽ വളരണം, എന്റെ കുഞ്ഞ് ദൈവ സാന്നിധ്യത്തിൽ വളരണം. ആർ യു ലിസണിങ് മീ? തലമുറകളുള്ളവർ, മക്കളുള്ളവർ ഇപ്പോൾ തന്നെ പ്രാർത്ഥിക്കണം, എന്റെ മകൻ, എന്റെ മകൾ ദൈവ സാന്നിധ്യത്തിൽ നിൽക്കണം. എന്റെ കുഞ്ഞുങ്ങൾ പ്രസൻസ് ഓഫ് ഗോഡ് വിട്ട് പോകരുത്, എന്റെ മക്കൾ ദൈവ സാന്നിധ്യം വിട്ട് പോകരുത്. ഞാനിപ്പോൾ ലൈവിൽ എന്നെ കാണുന്നവരോടും ഈ ആലയത്തിൽ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരോടും സ്നേഹത്തോടെ പറയുന്നു, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ, നിങ്ങളുടെ തലമുറകൾ ദൈവ സാന്നിധ്യത്തിനകത്ത് ലോക്ക് ചെയ്യപ്പെട്ടവരായി, ആ ദൈവ സാന്നിധ്യത്തിൽ ചലിക്കുന്നവരായി, നിന്റെ മേൽ പകർന്ന അവന്റെ ആത്മാവും നിന്റെ അധരത്തിൽ അവൻ തന്ന വചനവും നിന്റെ സന്തതിയുടെ മേൽ നിന്നും, നിന്റെ സന്തതിയുടെ മേൽ നിന്നും ഒരു നാളും നീങ്ങി പോകത്തില്ല എന്ന ദൈവ വചനം അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. ഹല്ലേലൂയ. എന്താണ് സംഭവിച്ചത്? ശരിക്കും പറഞ്ഞാൽ, എന്നെ ശ്രദ്ധിക്കുന്നു നിങ്ങൾ, ഈ സാമുവേൽ എന്ന് പറയുന്ന മനുഷ്യൻ ദൈവസന്നിധിയിൽ, പ്രസൻസ് ഓഫ് ഗോഡിൽ വളരാൻ അവന്റെ ഫ്യൂച്ചറിനോടുള്ള ബന്ധത്തിൽ മാത്രമല്ല കേട്ടോ, മാത്രമല്ല, ഹന്ന ദൈവസന്നിധിയിൽ അവനെ കൊടുക്കുമെന്ന് പറഞ്ഞു നേർന്നിരുന്നു. ഹലോ, കേൾക്കുന്നുണ്ടോ? നമ്മളും അങ്ങനെ പലതും പറഞ്ഞായിരുന്നു. സ്തോത്രം, പലതും പറഞ്ഞായിരുന്നു. പക്ഷേ നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതി ഞാൻ പറയാം. സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങളാൽ എനിക്കത് ചെയ്യാൻ കഴിഞ്ഞില്ല. എന്നെ അറിയുന്നൊരു ദൈവമുണ്ട്. കർത്താവേ സ്തോത്രം. സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങളാൽ അങ്ങനെയല്ല. നേർന്നത് നിവർത്തിക്കുക എന്നുള്ളത് ഒരു ഡിസിഷനാണ്, ഒരു ഡെഡിക്കേഷനാണ്. ഒരു ഡിസിഷനാണ്, ഒരു ഡെഡിക്കേഷനാണ്. അതിനകത്തൊരു ബ്ലെസ്സിംഗ് ഉണ്ട്. താങ്ക് യു ലോർഡ് ജീസസ്, താങ്ക് യു ലോർഡ് ജീസസ്. പക്ഷേ നമുക്കറിയാം, ഈ സാമുവേൽ നിൽക്കുന്ന ചർച്ച്, ഈ പുള്ളി നിൽക്കുന്ന ചർച്ച് ഒരു കാരണവശാലും അന്നത്തെ കമ്മ്യൂണിറ്റി, അന്നത്തെ മനുഷ്യർ, അന്നത്തെ പുരോഹിതനായ ഏലി സാമുവേലിന് സ്പിരിച്വലി വളരാനുള്ള ഒരു അറ്റ്മോസ്ഫിയറും, ഒരു സ്പിരിച്വൽ അറ്റ്മോസ്ഫിയറും അവിടെ ഇല്ലായിരുന്നു. പറഞ്ഞ സ്പിരിച്വൽ അറ്റ്മോസ്ഫിയർ, സ്പിരിച്വൽ അറ്റ്മോസ്ഫിയർ. എല്ലാവരും പറഞ്ഞ സ്പിരിച്വൽ അറ്റ്മോസ്ഫിയർ, സ്പിരിച്വൽ അറ്റ്മോസ്ഫിയർ. അതൊരു ഭയങ്കര ഇമ്പോർട്ടന്റ് കേട്ടോ. കേട്ടോ സിസ്റ്ററെ, മോളെ കേട്ടോ, അത് ഭയങ്കര ഇമ്പോർട്ടന്റ്. മോനെ കേട്ടോ, സ്പിരിച്വൽ അറ്റ്മോസ്ഫിയർ. ആ ഒരു സ്പിരിച്വൽ അറ്റ്മോസ്ഫിയർ ഇല്ലാത്തടത്ത്, ഒരു ആത്മീയ അന്തരീക്ഷം ഇല്ലാത്തടത്ത് നമ്മൾ ഡ്രൈ ആയിപ്പോ. താഴ്വരയിൽ ഡ്രൈ ബോൺസ്, ഉണങ്ങിയ അസ്ഥികൾ കിടക്കുകയാണ്. ആ ഉണങ്ങിയ അസ്ഥികൾ കിടക്കുന്ന താഴ്വരയിൽ പ്രൊഫറ്റിനെ, പ്രവാചകനെ ദൈവം നിർത്തി തന്റെ വാ കൊണ്ട് പ്രവചിപ്പിച്ച് ആത്മാവിന്റെ കാറ്റ് അവിടെ അടിച്ച് റിയലി ആ താഴ്വരയിൽ ഒരു സ്പിരിച്വൽ അറ്റ്മോസ്ഫിയർ ഉണ്ടാകുകയാണ്. ആ സ്പിരിച്വൽ അറ്റ്മോസ്ഫിയറിന്റെ നടുവിലാണ് ഒരു സൈന്യം എഴുന്നേറ്റ് വരുന്നത്. ഞാൻ ഇങ്ങനെ പറയുന്നു, ഒരു ആത്മീയ അന്തരീക്ഷം ഇല്ലാത്ത, ഒരു സ്പിരിച്വൽ അറ്റ്മോസ്ഫിയർ ഇല്ലാത്ത ഒരു കൂട്ടത്തിലോ ഒരു സാഹചര്യത്തിലോ നിങ്ങൾ പെട്ടുപോയാൽ നിങ്ങളുടെ സ്പിരിച്വൽ ലൈഫ് ഡ്രൈ ബോണായി മാറും. എന്നാൽ അങ്ങനെ ഉള്ളവർ പോലും നല്ലൊരു ആരാധനയിൽ, നല്ലൊരു ആത്മീയ അന്തരീക്ഷത്തിൽ കയറി വന്നാൽ സ്പോഞ്ച് വെള്ളം പിടിക്കുന്നത് പോലെ, എത്ര പേർക്ക് ഞാൻ ഈ പറയുന്ന മനസ്സിലാക്കാൻ കഴിയുന്നു? സ്പോഞ്ച് വെള്ളം പിടിച്ചെടുക്കുന്നത് പോലെ അവർ ഫ്രഷ് ആകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു,
സ്പിരിച്വൽ അറ്റ്മോസ്ഫിയർ ഇല്ലാത്ത മേഖലകളിൽ നിങ്ങൾ സ്റ്റേ ചെയ്യരുത്. Are you listening me? Yes. Please be seated. എന്റെ അമ്മാച്ചൻ അവിടെയാണ് പോകുന്നത്, എന്റെ അനന്തരവൻ അവിടെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഞാനും എന്റെ അനന്തരവന്റെ കൂടെ, അമ്മാച്ചന്റെ കൂടെ അവിടെ നിൽക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഈ അമ്മാച്ചനും അനന്തരവനും ഒന്നും അല്ല നമ്മുടെ പ്രശ്നം. നിങ്ങൾ ആത്മീകമായി വളരുന്നുണ്ടോ? നിങ്ങൾക്ക് സ്പിരിച്വൽ ഫുഡ് കിട്ടുന്നുണ്ടോ? നിങ്ങൾക്ക് സ്പിരിച്വൽ എൻകറേജ്മെന്റ് ഉണ്ടാകുന്നുണ്ടോ? 1 വർഷമായി 2 വർഷമായി നിങ്ങൾ ആത്മീകമായി വളർന്നിട്ടുണ്ടോ? എത്ര പേർക്ക് ഞാൻ ഈ പറയുന്നത് മനസ്സിലാക്കാൻ കഴിയുന്നു? അതിൽ ഒന്നാമത് വേണ്ടത് ആ സ്പിരിച്വൽ അറ്റ്മോസ്ഫിയർ. അത് ഒരു ചർച്ചിൽ എന്നത് മാത്രമല്ല, ഒരു പള്ളിയിൽ എന്നത് മാത്രമല്ല, അത് നിങ്ങളുടെ ഭവനത്തിൽ ഉണ്ടാക്കണം. Amen. ആ സ്പിരിച്വൽ അറ്റ്മോസ്ഫിയർ നിങ്ങളുടെ ഭവനത്തിൽ ഉണ്ടാകണം. ഹല്ലേലൂയ. പക്ഷേ സാമുവേലിന് ഒട്ടും എൻകറേജ്മെന്റ് ഇല്ലാത്ത, ഒരു സ്പിരിച്വൽ അറ്റ്മോസ്ഫിയർ ഇല്ലാത്ത സ്ഥലമെന്ന് മാത്രമല്ല, അന്നത്തെ കാലത്ത്, ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഉറങ്ങുന്ന ആൾ ഇച്ചിരി ഒന്ന് ഗൗരവമായി ഉറങ്ങിക്കൊണ്ട് കേൾക്കണം. സ്തോത്രം. അന്നത്തെ കാലത്ത് വചനം ദുർലഭമായിരുന്നു. ആര് ലിസണിങ് മീ? വചനം ദുർലഭമായിരുന്നു. വചനം ഇല്ലായിരുന്നു. വചനം വേണം. പറഞ്ഞേ, വചനം വേണം. വചനം വേണം. ഈ വചനം ദുർലഭമായിരുന്ന കാരണം കൊണ്ട്, ദൈവിക ഇടപെടലുകളും പ്രവചന ശബ്ദങ്ങളും ഇല്ലാതിരുന്ന കാരണം കൊണ്ട്, ആലയത്തിനകത്ത് കത്തി നിൽക്കുന്ന വിളക്ക് ഊതി അണച്ച് ഉറങ്ങുന്ന നടത്തിപ്പുകാരനായിരുന്നു അവിടുത്തെ പുരോഹിതനായ ഏലി. പിടികിട്ടിയോ? ബൈബിൾ പറയുന്നു, യഹോവയുടെ ആലയത്തിൽ വിളക്ക് കെട്ടുപോകാതെ കത്തണം. ഇപ്പൊ ആ പള്ളിയിൽ പറഞ്ഞേ, ഇപ്പൊ ആ ചർച്ചിൽ സാമുവേൽ ഉണ്ട്. പറഞ്ഞേ, ഇപ്പൊ ആ ചർച്ചിൽ ആരുണ്ട്? സാമുവേൽ ഉണ്ട്. ആ സാമുവേൽ നിൽക്കുന്ന ചർച്ചിൽ അവിടുത്തെ പുരോഹിതൻ അല്ലെങ്കിൽ അവിടുത്തെ പാസ്റ്റർ, അവിടുത്തെ നടത്തിപ്പുകാരൻ കത്തി നിൽക്കേണ്ട വിളക്ക് ഊതി അണച്ച് ഉറങ്ങുന്ന ആളായിരുന്നു രാത്രി. നിങ്ങളെ പോലെ പട്ടാപ്പകലല്ല. അല്ല, ഈ ആലയത്തിൽ ഇപ്പൊ പട്ടാപ്പകൽ ഉറങ്ങുന്നവർ ഇതിനകത്ത് ഇരിപ്പുണ്ട്. സ്തോത്രം. രാത്രിയില് പണ്ടൊരിക്കെ, ഇടയ്ക്ക് എന്തെങ്കിലും ഒന്ന് പറയാലോ, പണ്ടൊരിക്കെ ഒരു ചർച്ച്, തിരുവനന്തപുരത്ത് ഒരു ചർച്ച് കേട്ടോ, തിരുവനന്തപുരത്ത് ഒരു ചർച്ചില് ഭയങ്കര ബഹളമാണ്, ഭയങ്കര ശബ്ദമാണ്, ഭയങ്കര ഒച്ചപ്പാടാണ്, ഞങ്ങൾക്ക് ഇവിടെ കിടന്ന് ഉറങ്ങാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് അയലോക്കത്തെ ഒരാൾ കൊണ്ട് പരാതി കൊടുത്തു. പ്രശ്നം എന്താ? അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? ഉറങ്ങാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് പരാതി കൊടുത്തു. സ്റ്റേഷനിൽ പരാതി കൊടുത്തു. അങ്ങനെ മഫ്തിയിൽ 2 പോലീസുകാര് ഞായറാഴ്ച ഈ ചർച്ചിൽ വന്നിരുന്നു. യൂണിഫോം ഇല്ലാതെ വന്നിരുന്നു. ഇവിടെ എന്തോ ഈ ബഹളം എന്താണെന്നറിയാൻ. ഈ പോലീസുകാർ 2 പേര് വന്നിരിക്കുന്നതിന്റെ അപ്പുറത്തിരുന്ന ഒരു അച്ചായനും ആ സൈഡിൽ ഇരുന്ന ഒരു അമ്മാമ്മയും നന്നായിട്ടിരുന്ന് ഉറങ്ങുന്നു. ഭയങ്കര ഉറക്കം, ചർച്ചിനകത്തിരുന്ന് ഉറങ്ങുന്നു. ഈ പോലീസുകാർ തിരിച്ചുപോയി. അവര് എഴുതി, പേപ്പറിനകത്ത് എഴുതി, കാര്യങ്ങളെല്ലാം എഴുതി. മറ്റേ കേസ് കൊടുത്ത പുള്ളി കേസ് എന്തോ ആയെന്നറിയാൻ സ്റ്റേഷനിൽ വന്നപ്പോ SI പറഞ്ഞു, എടാ, ഇവര് ശബ്ദവും ബഹളവും ഉണ്ടാക്കുന്ന കാരണം കൊണ്ട് നിനക്ക് അപ്പുറത്ത് 100 മീറ്റർ അപ്പുറത്തുള്ള നിനക്ക് കിടന്ന് ഉറങ്ങാൻ പറ്റുന്നില്ല എന്ന് നീ പറയുന്ന കാര്യം ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുകയില്ല. കാരണം ഇതിനകത്തിരുന്ന ആളുകൾ ഉറങ്ങുന്നുണ്ട് വ്യക്തിയായിട്ട്. ഇതെങ്ങനെ ഉൾക്കൊള്ളും? അടുത്ത കഥ വരണ്ടെങ്കിൽ നേരെ ഇരുന്ന് കേൾക്കണം. ഹല്ലേലൂയ. ഒത്തിരി കഥകളുണ്ട്. പിന്നെ സ്തോത്രം. സാമുവേലിനോടുള്ള ബന്ധത്തിൽ വചനം ദുർലഭമായിരുന്ന കാലം, ദൈവത്തിന്റെ ആലയത്തിൽ രാവും പകലും കത്തി നിൽക്കേണ്ട വിളക്ക് കെട്ടുപോയി അതിനെ അണച്ചിട്ട് ഉറങ്ങിയ കാലം. ഇതിനേക്കാളല്ല അപ്പുറമായിട്ട് മോനെ ഒരു വാക്യം ഒന്ന് വായിക്കാവോ എബി ബ്രദറെ? 1 ശമൂവേൽ 2-ാം അധ്യായം 12 മുതൽ 17 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിച്ചേ. പെട്ടെന്ന് വായിക്കണം. 1 ശമൂവേൽ 2:12 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചു. ഏലിയുടെ പുത്രന്മാർ നീചന്മാരും. അപ്പൊ ഈ ഏലിയുടെ പുത്രൻ ഏലി ആരാ? പുരോഹിതൻ. അവിടുത്തെ പാസ്റ്ററാ, അവിടുത്തെ അച്ഛനാ, ആ പള്ളിയിൽ അച്ഛനാ. അങ്ങനൊക്കെ പറഞ്ഞാലേ ചിലർക്കൊക്കെ മനസ്സിലാവും.
ആ അച്ഛന്റെ മക്കളുമാര് നീചന്മാരും യഹോവയെ ഓർക്കാത്തവരുമായിരുന്നു. യഹോവയെ ഓർക്കാത്തവരുമായിരുന്നു. നോർത്ത് നോക്കി അവര് എങ്ങനെ ആയിരിക്കും? ആ പള്ളിയിലുള്ള ഇവിടുത്തെ മക്കളാ. 13ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, ഈ പുരോഹിതന്മാർ ജനത്തോട് ആചരിച്ച വിധം എങ്ങനെയെന്നാൽ, വല്ലവരും ഒരു യാഗം കഴിക്കുമ്പോൾ മാംസം വേവിക്കുന്ന സമയത്ത് പുരോഹിതന്റെ ബാല്യക്കാരൻ കയ്യിൽ മുപ്പല്ലിയുമായി വന്ന് കലത്തിലോ ഉരുളിയിലോ കുട്ടകത്തിലോ ചട്ടിയിലോ കുത്തും. മുപ്പല്ലിയിൽ പിടിച്ചതൊക്കെയും പുരോഹിതൻ എടുത്തുകൊള്ളും. നോക്കിയേ, ചർച്ചിനകത്ത് അന്നത്തെ കാലത്ത് യാഗമർപ്പിക്കും. യാഗമർപ്പിക്കുമ്പോൾ ദൈവത്തിനാണ് യാഗം അർപ്പിക്കുന്നത്. ജനം ആ ആട്ടുകുഞ്ഞിനെ കൊണ്ടുവന്നത്, കാളക്കിടാവിനെ കൊണ്ടുവന്ന് യാഗപീഠത്തിൽ വെച്ച് തീ കത്തിച്ച് ദൈവത്തിന് സൗരഭ്യയാഗമായി അതിനെ അർപ്പിച്ചത്, ദൈവത്തിന് നിവേദിച്ചതാണ്, ദൈവത്തിന് അർപ്പിച്ചതാണ്. ഇവര് പോയി കഴിയുമ്പോ ഈ പിള്ളേരും ഈ പുരോഹിതന്റെ കൂടെ നിൽക്കുന്ന ബാല്യക്കാരും അസിസ്റ്റന്റ് പാസ്റ്റർമാരും എല്ലാം കൂടെ ഇറങ്ങി വന്ന് ഫോർക്കും നൈഫും കൊണ്ടുവന്ന്, അങ്ങനെ പറഞ്ഞാലേ മുപ്പല്ലി എന്നൊക്കെ പറഞ്ഞ ആർക്ക് പിടി കിട്ടാനാ, ഫോർക്കും നൈഫും കൊണ്ടുവന്ന് ഈ മീറ്റ്, ഈ ബാർബിക്യൂ പോലിരിക്കുന്ന ഈ ഇറച്ചി യാഗപീഠത്തിനകത്ത് നിന്ന് അവിടെ ഇരുന്ന് കുത്തി തിന്നുമായിരുന്നു. ഓർത്ത് നോക്കിയേ, ഏത് കമ്മ്യൂണിറ്റിയിലാണ്, ഏത് സമൂഹത്തിന്റെ ഇടയിലാണ് ഈ സാമുവേൽ കിടക്കുന്നതെന്ന്. അച്ഛന്റെ മക്കള് തലതെറിച്ച് നടക്കുന്ന കുറെ പിള്ളേര്, കൈക്കാഴന്മാര്, ശുശ്രൂഷകന്മാര്, ഒരു ദൈവഭയവും ഇല്ലാത്ത കുറെ എണ്ണം. ദൈവത്തിന് വേണ്ടി അർപ്പിച്ചത് യാഗപീഠത്തിനകത്ത് വന്ന് നിന്ന് ഫോർക്കും നൈഫും കൊണ്ട് വന്ന് കുത്തി തിന്നുക. ഇതുകൊണ്ടും തീർന്നില്ല, ഇതിന്റെ പാഴ്സൽ അകത്ത് കൊടുക്കണം. അടുത്ത വാക്യം, 15ാം വാക്യം, മേധസ് ദഹിക്കും മുൻപേ പുരോഹിതന്റെ ബാല്യക്കാരൻ വന്ന് യാഗം കഴിക്കുന്നവരോട്, പുരോഹിതന് വറക്കാനുള്ള മാംസം തരിക, പച്ച മാംസമല്ലാതെ വേവിച്ചത് അവൻ വാങ്ങുകയില്ല. വേവുന്നതിന് മുമ്പ് സാധനകത്ത് കൊടുക്കണം. അതാർക്കാ? ആലയം നടത്തുന്ന പുരോഹിതന്. 16ാമത്തെ വാക്യത്തിൽ മേധസ് ദഹിച്ചു കഴിയുമ്പോ അതിന്റെ ശേഷം നീ ആഗ്രഹിക്കുന്നതൊക്കെ എടുത്തുകൊള്ളുക എന്ന് അവനോട് പറഞ്ഞാൽ അവൻ ഇത്രയും ആതമ്പതിച്ച ഒരാത്മീയ സമൂഹത്തിന്റെ നടുവിൽ, എന്റെ ഭാഷയിൽ പറഞ്ഞാൽ, ഞങ്ങൾ അങ്ങനെ ഇടയ്ക്ക് എന്തെങ്കിലും വേർഡ് പറയുന്നത് ഞങ്ങളുടെ ലാംഗ്വേജാ, 5 പൈസയുടെ ദൈവഭയം ഇല്ലാത്ത, അങ്ങനൊക്കെ നമ്മൾ പറയത്തില്ല, 5 പൈസയുടെ ദൈവഭയം ഇല്ലാത്ത, ഇത്രയും ആതമ്പതിച്ച ഒരു സമൂഹത്തിന്റെ നടുവിൽ പുരോഹിതൻ, മാതൃകയാകേണ്ട പുരോഹിതൻ, അങ്ങനെ പുരോഹിതന്റെ കൈക്കാരന്മാര്, ബാല്യക്കാർ ഇങ്ങനെ, അങ്ങേരുടെ മക്കൾ അങ്ങനെ, വിശ്വാസികൾ ഇങ്ങനെ, ഒരു സ്പിരിച്വൽ എൻകറേജ്മെന്റും ഇല്ലാത്ത, കണ്ട് പഠിക്കാൻ ഒരെണ്ണ ഇല്ലാത്ത. ഞാൻ ആ വേർഡ് ഉപയോഗിക്കുന്നത് ശ്രദ്ധിച്ചു കേട്ടോണം. നിങ്ങൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളെ നേരിടുന്നുണ്ടോന്ന് എനിക്കറിയത്തില്ല. കണ്ടു പഠിക്കാൻ, മാതൃകയാക്കാൻ കൊള്ളാവുന്ന ഒരെണ്ണം അതിനകത്തില്ല. കണ്ടു പഠിക്കാൻ കൊള്ളാവുന്ന ഒരു, ഇപ്പൊ പിന്നെ കണ്ടു പഠിക്കാനല്ല പലരും വരുന്ന, കണ്ടുപിടിക്കാനാ. കേട്ടോ സിസ്റ്ററെ, ഇപ്പോഴത്തെ ട്രെൻഡ് മാറി, വിഷമിക്കണ്ട കേട്ടോ മോനെ. ഇപ്പോഴത്തെ ട്രെൻഡ് ഇതല്ല. ഇപ്പോഴത്തെ സ്പിരിച്വൽ, സത്യ ഇമ്മാനുവൽ ബ്രദറെ, ഇപ്പോഴത്തെ സ്പിരിച്വൽ മേഖലയിലെ മൂവ് എന്നാന്നറിയോ? ആരെയും കണ്ടുപഠിക്കുക എന്നുള്ളതൊന്നുമല്ല ആരുടെ ലക്ഷ്യം. എന്ത് കണ്ടുപിടിക്കാം. ഇന്ന് പുള്ളിയുടെ പ്രസംഗത്തിൽ എന്തെങ്കിലും തെറ്റുപറ്റിയോ? ഇന്ന് അവൾ ഏത് സാരി ഉടുത്തോണ്ടാണ് വന്നത്? അവൻ വന്നപ്പോൾ ഇന്ന് ഷേവ് ചെയ്തിരുന്നോ? അല്ലെങ്കിൽ അവന്റെ ഷൂസ് ഏതായിരുന്നു? അവൻ ഇന്നലെ അതുവഴി തൈക്കുടം വഴി കറങ്ങി നടക്കുന്നത് കണ്ട, അതുവഴി അവൻ തോപ്പുംപടി വഴി അവൻ പോയിരുന്നു മറൈൻ ഡ്രൈവിൽ. എന്തിനു പോയി? ഹലോ, ഒരമ്മ ഒറ്റയ്ക്കിരുന്ന് കൈ കൊട്ടുന്നു. അവരെ ഒന്ന് സന്തോഷിപ്പിച്ച് എല്ലാവരും കൂടെ ചേർന്ന്. ശരിയല്ലേ? ഇന്ന് ഭയങ്കര ഡിഫിക്കൽട്ടാ. നമ്മളൊരു
നമ്മളൊരു മീറ്റിങ്ങിന് ചെല്ലുമ്പോൾ, ചിലടത്ത് ചെല്ലുമ്പം തന്നെ നമുക്കറിയാം, നമ്മൾ ജനത്തെ നോക്കുമ്പം നമുക്കത് പെട്ടെന്ന് മനസ്സിലാവും. എനിക്ക് മനസ്സിലാവും, എന്നെ ഇപ്പൊ ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും എന്നെ ഇഷ്ടമുള്ള ആരാ അല്ലാത്ത ആരാന്ന് എനിക്ക് നോക്കുമ്പോഴേ അറിയാം. പിന്നെ മിണ്ടാത്ത പറയാത്ത പലരോടും. ഹല്ലേലൂയ. നമ്മളൊരു മീറ്റിങ്ങിന് ചെന്ന് നിൽക്കുമ്പോൾ തന്നെ നമുക്കറിയാം, പാസ്റ്റർ മാനുവൽ കെ.പി. പാടാൻ കയറുന്നു, അത് കഴിഞ്ഞ് അന്നത്തെ പ്രാസംഗികൻ പ്രസംഗിക്കാൻ വരുന്നു. നമുക്ക് അന്നേരം നമുക്ക് അവിടെ നിന്ന് നോക്കുമ്പോഴേ അറിയാം, ഒരു മെജോറിറ്റി ഓഫ് ആളുകളും വചനം കേൾക്കാനോ എഴുതിയെടുക്കാനോ ദൈവത്തിൽ നിന്ന് പ്രാപിക്കാനോ ഒന്നുമല്ല വന്നേക്കുന്നേ. ഹലോ, ഇന്ന് എന്തവിടെ സംഭവിക്കുന്നു, ഇന്ന് എന്ത് നടക്കുന്നു? കഴിഞ്ഞ ദിവസം ഞാനൊരു സംഭവം കേട്ടത്, ഞാനൊരു സ്ഥലത്ത് ചെന്നപ്പോ എൻ്റെ അടുത്ത് ഒരു അച്ചായൻ ചോദിച്ചു, പാസ്റ്റർ കഴിഞ്ഞതിന്റെ മുമ്പത്തെ ഞായറാഴ്ച ഇട്ടിരുന്ന ഷർട്ട് എവിടുന്ന് എടുത്താന്ന്, കഴിഞ്ഞതിന്റെ മുമ്പത്തെ ഞായറാഴ്ച ഇട്ടിരുന്ന ഷർട്ട് എവിടുന്ന് എടുത്താന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് ഇങ്ങനെ ഒരാൾ ഗിഫ്റ്റ് തന്നാന്ന് പറഞ്ഞു. ആണോ, അത് എവിടുന്നാ മേടിച്ചെന്ന് പുള്ളിയോടെ ചോദിക്കണം. അപ്പൊ ഉടനെ പുള്ളിക്കാരന്റെ ഭാര്യ, നിഷ്കളങ്കയായ ഒരു സഹോദരി, എന്റെ പൊന്ന് പാസ്റ്റർ എല്ലാ ആഴ്ചയും അച്ഛൻ ലൈവിൽ കയറും, ഒരൊറ്റ വലിയ ഇത് വലിച്ചങ്ങ് നടുക്കിട്ടിട്ട് പാസ്റ്റർ ഇട്ട് ഉടുപ്പ് ഏതാ നോക്കി പുള്ളി അങ്ങ് പൊക്കോളൂ. ഹലോ, ഇത് പിടിച്ചിഞ്ഞ് നടുക്കൊണ്ട് വെച്ചിട്ട് ഇന്ന് അവിടെ എന്തോ നടന്നേ, മൊത്തത്തിൽ ഇങ്ങനെ ഒന്ന് കണ്ടുപിടിക്കാൻ എന്തെങ്കിലും ഉണ്ടോ നോക്കി, ഒന്നുമില്ല, വിട്ടേക്കാം. കൂടുതൽ ആളുകളും ഇന്ന് കണ്ടു പഠിക്കുക എന്നുള്ളതല്ല അവരുടെ ലക്ഷ്യം, കണ്ടുപിടിക്കുക. സ്വത്രം. അവൻ പ്രവചിച്ചതിൽ എന്തെങ്കിലും തെറ്റുണ്ടായിരുന്നു, ഇവൻ ഇതെങ്ങനെയാണ് ഇത് ചെയ്യുന്നത്, ഇവന് ഇത് ചെയ്യാനുള്ള മേഖലകൾ ഏതൊക്കെയാണ്? ഇന്ന് ചർച്ചിൽ ആളുണ്ടായിരുന്നു, ലൈവിൽ ഇങ്ങനെ പരതി നോക്കുക, ഇന്ന് ആളൊക്കെ ഉണ്ടായിരുന്നു, അവിടെ ആള് കുറവായിരുന്നു. സ്വത്ര സന്തോഷം. എങ്ങോട്ട് പോവുക എന്നുള്ളതാ ഈ സമൂഹം. ഒരു കല്യാണത്തിന് വളരെ സ്നേഹത്തോടെ നിങ്ങൾ വിളിച്ചു, ആ കല്യാണത്തിന് നിങ്ങൾ അവരെ സ്നേഹത്തോടെ ഇൻവൈറ്റ് ചെയ്തു. എല്ലാവരും അല്ല, ചില ആളുകളെ വിളിച്ചു, അവരവിടെ വന്നു. അവിടെ വന്ന് നിന്ന് എൻ്റെ മോളുടെ കല്യാണം നടത്തുമ്പോ, അല്ലെ എൻ്റെ വീട്ടിൽ ഒരു ഫംഗ്ഷൻ വരുമ്പോ ഇതിൽ എന്തുണ്ട് കണ്ടു പഠിക്കാൻ? കണ്ടോ, അവരുടെ പ്രാർത്ഥന എന്ത് നന്നായിട്ടുണ്ട്, അവരുടെ ആ ഒരു ശുശ്രൂഷ ക്രമം എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. അത് കണ്ടു പഠിക്കുകയല്ല, മൊത്തം ഇരുന്ന് ഇങ്ങനെ നോക്കിയേച്ച് ഇതിനകത്ത് എന്തുണ്ട് കണ്ടുപിടിക്കാൻ, വീട്ടിൽ ചെന്ന് കുറ്റം പറയാൻ. ഇവിടെങ്ങും ഇല്ല, അങ്ങ് ദൂരെ ഈ നേപ്പാളിലൊക്കെ അങ്ങനെ. ഹലോ, പ്രൈസ് ദി ലോർഡ്. ഞാൻ സ്നേഹത്തോടെ പറയുന്നു, ഞാൻ ചില ഉപദേശങ്ങൾ ഇന്നത്തെ മീറ്റിംഗിന്റെ ഇടയിൽ നിങ്ങൾക്ക് തന്നു, അത് വചനത്തിൽ നിന്ന് സ്നേഹത്തോടെ തന്ന ഉപദേശങ്ങളാ. ആദ്യം ഞാൻ പറഞ്ഞു, നിങ്ങൾ ഡിസ്കറേജ് ചെയ്യുന്ന പിനീനമാരാകരുത് എന്ന കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു. രണ്ടാമതായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ കണ്ടു പിടിക്കാൻ നടക്കുന്നവരാകരുത്. നിങ്ങൾ എന്തെങ്കിലും നന്മയുണ്ടെങ്കിൽ അത് കണ്ടു പഠിക്കുന്നവരായിരിക്കും. ആ പാസ്റ്ററിൽ എന്ത് കുറ്റമുണ്ട് കണ്ടുപിടിക്കാൻ, ആ പാട്ടുകാരനിൽ എന്ത് കുറ്റമുണ്ട് കണ്ടുപിടിക്കാൻ, ആ ശുശ്രൂഷകനിൽ എന്ത് കുറ്റമുണ്ട് കണ്ടുപിടിക്കാൻ. ഇങ്ങനെ നടക്കുന്ന ഒരു ജനറേഷൻ ആകരുത്. അവരിൽ എന്തെങ്കിലും നന്മയുണ്ടെങ്കിൽ അത് കണ്ടു പഠിക്കുക, അവരിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഒന്ന് കരമടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു. സാമുവേലിനോടുള്ള ബന്ധത്തിൽ സാമുവേലിന് കണ്ടു പഠിക്കാൻ ഒരു മനുഷ്യനില്ല. ആരെ കണ്ടുപഠിക്കും? പുരോഹിതനെ കണ്ടുപിടിക്കാവോ, ബാല്യക്കാരെ കണ്ടുപിടിക്കാവോ, പുരോഹിതന്റെ മക്കളെ കണ്ടുപിടിക്കാവോ, ആലയത്തിൽ വരുന്നവരെ കണ്ടുപിടിക്കാവോ. ശരിക്കും പറഞ്ഞാൽ സ്പിരിച്വലി കയറി വരാൻ നിങ്ങൾ റെഡിയാണോ? ഞാൻ ആ സ്പിരിച്വൽ ടേക്ക് ഓഫ് എന്ന് പറഞ്ഞത് സംഭവിക്കാൻ പോവാണ്. സ്പിരിച്വലി കയറി വരാൻ സാമുവേലിന് ഒരു സ്പിരിച്വൽ അറ്റ്മോസ്ഫിയറും നിൽക്കുന്ന പ്രതലത്തിൽ ഇല്ലാതിരിക്കുമ്പോഴും സാമുവേൽ ബാലനോ വളരും തോറും യഹോവയ്ക്കും മനുഷ്യർക്കും പ്രീതി ഉള്ളവനായി വളർന്നു. ഇന്ന്
ഇന്ന് പകലിൽ സാഹചര്യങ്ങൾക്ക് അതീതമായി, സിറ്റുവേഷനുകൾക്ക് മുകളിൽ, വെല്ലുവിളികൾക്ക് മുകളിൽ, പ്രതിസന്ധികൾക്ക് മുകളിൽ, പ്രതികൂലങ്ങൾക്ക് മുകളിൽ നിന്നെ മാനിക്കുന്ന, നിന്നെ ഉയർത്തുന്ന, നിന്നെ ടേക്ക് ഓഫ് ചെയ്യിക്കുന്ന ഒരു ദൈവമുണ്ട്. വിശ്വസിക്കുന്നവർ കരങ്ങളടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ. In the name of Jesus, at any situations, at any circumstances, what you are facing day to day life, the Lord Almighty will uplift you today in the name of Jesus Christ. പ്രതികൂലത്തിന്റെ നടുവിൽ വളരുന്നവർ, പ്രതിസന്ധിയുടെ നടുവിൽ വളരുന്നവർ, വെല്ലുവിളിയുടെ നടുവിൽ വളരുന്നവർ, ഡിസ്കറേജ്മെന്റുകളുടെ നടുവിൽ വളരുന്നവർ, അപമാനങ്ങളുടെ നടുവിൽ വളരുന്നവർ, ആക്ഷേപങ്ങളുടെ നടുവിൽ വളരുന്നവർ, ഹല്ലേലൂയ. In the name of Jesus. That word is very precious. And the child Samuel grew and was in favor, and was in favor, both. Let us say, everyone here, both favor. Come on, both favor. Rendu favorugal. Amen. And favor with God, and also the favor with God. Favor with men and favor with God. Yes. Favor with men and favor with God. Yes. ഇതുണ്ടായിരുന്ന ഒരാളും കൂടെ ഉണ്ട് പുതിയ നിയമത്തിൽ. അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തുവാണ്. അവന്റെ മേളിൽ മനുഷ്യരുടെയും ദൈവത്തിന്റെയും ഫേവർ ഉണ്ടായിരുന്നു. ഇന്ന് പകൽ ഞാൻ ഈ പോഡിയത്തിൽ നിന്ന്, ഈ ഓൾട്ടറിൽ നിന്ന് ഞാൻ നിങ്ങളെ നോക്കി അവാർഡ് റിലീസ് ചെയ്യുന്നു. Both favors. Both favors. Both favors. Both favors. Favor with God and favor with men. Receive it in the name. Hallelujah. 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 ശബ്ദം ഉയർത്തി hallelujah. This is very precious. Amen. Yes. I decree and declare Receive it. that word over your life today morning. Yes, we receive it, man of God. That both favor over your life today Receive it, morning. amen. Favor with God and favor with men. നിങ്ങൾ പാർക്കുന്ന സമൂഹത്തിൽ, നിങ്ങൾ പാർക്കുന്ന മനുഷ്യരുടെ ഇടയിൽ നിങ്ങൾക്ക് ദൈവത്തിന്റെ ഫേവർ ഉണ്ടാകട്ടെ. സ്വർഗത്തിലെ ദൈവത്താൽ ആ പ്രസാദം നിങ്ങൾക്കുണ്ടാകട്ടെ. എസ്തേറിന്റെ ചരിത്രത്തെ മാറ്റിയതുപോലെ, ജോസഫിന്റെ ചരിത്രത്തെ മാറ്റിയതുപോലെ ദൈവത്തിന്റെ ഫേവർ നിങ്ങളുടെ ചരിത്രങ്ങളെ മാറ്റുന്നതായി തീരട്ടെ. അത് നിങ്ങളുടെ തലമുറകളിൽ ഉണ്ടാകട്ടെ, അത് നിങ്ങളുടെ ശുശ്രൂഷകളിൽ ഉണ്ടാകട്ടെ, അത് നിങ്ങളുടെ ബിസിനസ്സിൽ ഉണ്ടാകട്ടെ, അത് നിങ്ങളുടെ ഫൈനാൻഷ്യൽ ഏരിയയെ ഇന്ന് പകൽ തൊടട്ടെ. കർത്താവേ, സിഗ്നിഫിക്കന്റ് ആയ ചിലത് ഏഞ്ചലിക് റിലത്തിൽ നിന്ന് in the name of Jesus Lord I release it now. കരങ്ങളടിച്ച് ആത്മാവിൽ സ്വീകരിച്ച് stand on your feet and clap your hand and praise God today morning. Stand on your feet. Can you please stand on it, everyone here? ദയവായി എഴുന്നേറ്റ് നിന്നാട്ടെ. Are you listening me? This is an important time, the important moment here. It is very precious moment here. Thank you, Holy Spirit. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുമോ ചില മിനിറ്റുകൾ? വേദപുസ്തകം പറയുന്നു, സാമുവേലിന്റെ കാലഘട്ടത്തിൽ, ദൈവവചനം ദുർലഭമായിരുന്ന കാലഘട്ടത്തിൽ, ബൈബിൾ വ്യക്തമാക്കുന്നു, 1 ശമൂവേൽ 7:5 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ സാമുവേൽ മിസ്പയിൽ ജനത്തെ വിളിച്ചുകൂട്ടി. എന്നിട്ട് യഹോവയോട് പ്രാർത്ഥിച്ചു.
അടുത്ത വാക്യങ്ങളിൽ listen to me please, listen to me. Something is okay over there? Is demon? It's a demon. Okay. Pastor, go over there and pray for the lady. There's a demon. ഒരു സഹോദരിയുടെ മേളിൽ ഒരു ഡെലിവറൻസ് അവിടെ ഉണ്ടാകുന്നുണ്ട്. എന്നെ എല്ലാവരും ഇനി അങ്ങോട്ട് പോകരുത്. ഞാൻ ഒരാളെ അവിടോട്ട് അയച്ചിട്ടുണ്ട്. ഞാൻ ഒരു ദൈവദാസനെ അങ്ങോട്ട് അയച്ചിട്ടുണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി. നിങ്ങൾക്ക് എന്നെ ശ്രദ്ധിക്കാം. Are you listening me? Yes, ma'am. മിസ്പയിൽ ജനത്തെ വിളിച്ചുകൂട്ടി സാമുവേൽ ഉപവസിച്ചു. എന്നിട്ട് പ്രാർത്ഥിക്കാൻ ആഹ്വാനം കൊടുത്തു. മോനെ, ഒരു കാര്യം മനസ്സിലാക്കണം. പ്രാർത്ഥനയില്ലാത്ത കാലം, ഉപവാസം ഇല്ലാത്ത കാലം, ദൈവവചനം ദുർലഭമായിരിക്കുന്ന കാലം, പുരോഹിതൻ വിളക്കണച്ച് കിടന്ന് ഉറങ്ങുന്ന കാലം, പുരോഹിതന്റെ ബാല്യക്കാർ മുപ്പല്ലി കൊണ്ടുവന്ന് മാംസം കുത്തി തിന്നുന്ന കാലം, പുരോഹിതന്റെ തലമുറ വഴി പിഴച്ചു നടക്കുന്ന കാലം, ഒരുത്തനും ദൈവഭയം ഇല്ലാത്ത കാലത്ത് ഈ ചെറുപ്പക്കാരൻ മിസ്പയിൽ ജനത്തെ ഒന്നിച്ചു കൂട്ടി അവിടെ ഉപവാസവും പ്രാർത്ഥനയും പ്രഖ്യാപിച്ചു. ഞാൻ ഇവിടെ കണ്ടൊരു കാര്യം, പ്രാർത്ഥിച്ച അമ്മയുടെ മോൻ പ്രാർത്ഥിക്കുന്നവനായി. ഉപവസിച്ച അമ്മയുടെ മോൻ ഉപവസിക്കുന്നവനായി. In the name of Jesus, I decree and declare the generational blessings. I release the generational blessing. I release the generational blessing in the mighty name of Jesus. ആരും പ്രാർത്ഥിക്കാത്ത കാലത്ത് സാമുവേൽ പ്രാർത്ഥിച്ചു. ആരും ഉപവസിക്കാത്ത കാലത്ത് സാമുവേൽ ഉപവസിച്ചു. വലിയൊരു കൂട്ടം ജനത്തെ ഉപവാസത്തിലേക്കും പ്രാർത്ഥനയിലേക്കും സാമുവേൽ നയിച്ചു. കാരണം ഒന്ന്, അവൻ പ്രാർത്ഥനയുടെ മറുപടിയാണ്. രണ്ട്, അവൻ പ്രാർത്ഥിച്ച അമ്മയുടെ മകനാണ്. അവൻ ഉപവസിച്ച അമ്മയുടെ മകനാണ്. ഞാൻ ഇങ്ങനെ നിങ്ങളെ നോക്കി പറയുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന അപ്പനെങ്കിൽ, നിങ്ങൾ പ്രാർത്ഥിച്ച അമ്മയെങ്കിൽ, നിങ്ങളുടെ ജനറേഷനിലേക്കും ഇത് ഇമ്പാർട്ട് ചെയ്യപ്പെടട്ടെ. നിങ്ങളുടെ ജനറേഷൻ അടുത്ത ജനറേഷനെ എഴുന്നേൽപ്പിക്കുന്നവരാകട്ടെ. ഒരു ജനറേഷണൽ ബ്ലെസ്സിംഗ്, ഒരു ജനറേഷണൽ ബ്ലെസ്സിംഗ്, ഒരു ജനറേഷണൽ ബ്ലെസ്സിംഗ് ഉണ്ടാകട്ടെ. ജനറേഷണൽ ബ്ലെസ്സിംഗ്, ഒരു ജനറേഷണൽ ബ്ലെസ്സിംഗ് ഉണ്ടാകട്ടെ. Thank you, Holy Ghost. Listen. സാമുവേലിന്റെ കാലത്ത് ദൈവവചനം ദുർലഭമായിരുന്നു. ദൈവവചനം ദുർലഭമായിരുന്നു. പക്ഷെ ആ ചെറുപ്പക്കാരൻ പ്രസൻസ് ഓഫ് ഗോഡിൽ, ദൈവ സാന്നിധ്യത്തിൽ വളർന്നു വന്നു. നിങ്ങൾക്കറിയാമോ, ബൈബിളിലെ പ്രധാനപ്പെട്ട 3 പുസ്തകങ്ങൾ എഴുതിയത് സാമുവേലാണ്. ന്യായാധിപന്മാരുടെ പുസ്തകം എന്ന പുസ്തകം ബൈബിളിലുണ്ട്. ന്യായാധിപന്മാരുടെ പുസ്തകം അത് എഴുതിയത് സാമുവേലാണ്. രൂത്തിന്റെ പുസ്തകം ബൈബിളിലുണ്ട്. രൂത്തിന്റെ പുസ്തകം എഴുതിയത് സാമുവേലാണ്. 1 ശമൂവേലിന്റെ പ്രവചന പുസ്തകം എഴുതിയത് സാമുവേലാണ്. ഹന്നായെ, നീ വചനത്തിന് പ്രാധാന്യത കൊടുത്തെങ്കിൽ നിന്റെ തലമുറ വചനം രചിക്കുന്നവരായി മാറി. ഹന്നായെ, നീ പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യത കൊടുത്തെങ്കിൽ നിന്റെ തലമുറ പ്രാർത്ഥിക്കുന്ന തലമുറയായി. ഹന്നായെ, നീ ഫാസ്റ്റിംഗിന് പ്രാധാന്യത കൊടുത്തെങ്കിൽ നിന്റെ തലമുറ ഫാസ്റ്റിംഗിലേക്ക് തിരിയുന്ന തലമുറയായി. ഞാൻ വീണ്ടും ഈ ജനത്തെ നോക്കിയും ഈ ലൈവിൽ കാണുന്നവരെ നോക്കിയും ആ വാക്ക് ഉപയോഗിക്കുകയാണ്. I decree and declare the generational blessings, generational grace, generational deliverance in the name of Yeshua Messiah, the Lord of Lords and the King of Kings of Israel. In the name of Jesus. Shakorobo Saprakatara, Ripakorobo Saprakatara, Riprekatama Korobosia, Riprekatama Mamayantalabosia, Asprekatalamanassia. ഈ സാമുവേലിന്റെ ലൈഫിനോടുള്ള ബന്ധത്തിൽ പല കാര്യങ്ങളും സിഗ്നിഫിക്കന്റ് ആയി യേശുവിനോടുള്ള ജീവിതത്തിൽ ഞാൻ കാണുകയാണ്. ഒന്ന്,
ദൈവികമായ ഒരു സമയത്ത് ജനിച്ച ആളായിരുന്നു സാമുവേൽ. കൃത്യമായി ദൈവത്തിന്റെ സമയത്ത് ഈ ഭൂമിയിൽ ജനിച്ച ആളാണ് കർത്താവായ യേശു ക്രിസ്തു. യേശു കർത്താവിന്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകളും സ്വർഗം എസ്റ്റാബ്ലിഷ് ചെയ്തു. അവന്റെ വചനം നിലത്ത് വീഴാൻ ദൈവം അനുവദിച്ചില്ല. സാമുവേലിന്റെ മേളിലും മനുഷ്യന്റെയും ദൈവത്തിന്റെ ഫേവർ ഉണ്ടായിരുന്നു. യേശുവിന്റെ മേളിലും മനുഷ്യന്റെയും ദൈവത്തിന്റെ ഫേവർ ഉണ്ടായിരുന്നു. സാമുവേൽ ഒരു ഭാഗത്ത് വിശ്വസ്ത പുരോഹിതനായിരുന്നു, യേശുവും ഒരു ഭാഗത്ത് വിശ്വസ്ത പുരോഹിതനായിരുന്നു. സാമുവേൽ ഒരു ഭാഗത്ത് വിശ്വസ്ത പ്രവാചകനായിരുന്നു, യേശുവും ഒരു ഭാഗത്ത് വിശ്വസ്ത പ്രവാചകനായിരുന്നു. സാമുവേൽ ഒരു ഭാഗത്ത് ജഡ്ജായിരുന്നു, ഇസ്രായേലിൽ ജീവപര്യന്തം ന്യായപാലനം ചെയ്ത ന്യായാധിപൻ ജഡ്ജായിരുന്നു. എന്റെ കർത്താവായ യേശു അവൻ ജഡ്ജായി, അവൻ ന്യായം വിധിക്കുവാൻ ഈ ഭൂമിയിലേക്ക് കടന്നു. Many things I can see related to him. Hallelujah. 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 എന്നാൽ സാമുവേലിന്, listen to me, സാമുവേലിന് മനുഷ്യന് രക്ഷ കൊടുക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ യേശുവിന് മാനവകുലത്തെ മുഴുവൻ രക്ഷിക്കാൻ കഴിഞ്ഞു. സാമുവേൽ ശേനിനും മിസ്പയ്ക്കും ഇടയിൽ ഒരു കല്ലെടുത്തു നാട്ടി യഹോവ നമ്മെ സഹായിക്കുമെന്ന് പറഞ്ഞതിന് എബനേസർ എന്ന പേർ വിളിച്ചു. സഹായത്തിന്റെ പാറ. സഹായത്തിന്റെ പാറ മാത്രമേ, ഒരു ഓൾട്ടർ മാത്രമേ, ഒരു കല്ലെടുത്ത് വെച്ച ആ കല്ലിന് ഇത് സഹായിക്കുന്ന പാറയാണെന്ന് പറയാനേ സാമുവേലിന് കഴിഞ്ഞുള്ളൂ. പക്ഷെ യേശു സഹായിക്കുന്ന പാറയായി ഭൂമിയിലേക്ക് വന്നു. എന്റെ യേശു എന്റെ സഹായത്തിന്റെ പാറയായി, വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി, സഭയുടെ അടിസ്ഥാന കല്ലായി, മാന്യതയേറിയ ശ്രേഷ്ഠമേറിയ കല്ലായി ഈ ഭൂമിയിലേക്ക് വന്നു. സാമുവേൽ എബനേസർ എന്ന കല്ല് നാട്ടിയപ്പോൾ ഫെലിസ്ത്യർ ഒതുങ്ങി. എന്നാൽ സഹായത്തിന്റെ പാറയായ ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്ന് തന്റെ ജീവനെ ക്രൂശിൽ നൽകിയതിനാൽ പൈശാചിക മേഖലകൾ തകർന്ന് തരിപ്പണമായി. പൈശാചിക മേഖലകൾ തകർന്ന് തരിപ്പണമായി. Jesus will save your life. Yes, amen. He will deliver you this morning. Thank you, Lord Jesus. പറഞ്ഞു, എന്റെ സഹായത്തിന്റെ പാറ, എന്റെ എബനേസർ, എന്റെ യേശുവാണ്. ഹല്ലേലൂയ. ബൈബിൾ പറയുന്നു, ശേനിനും മിസ്പയ്ക്കും ഇടയിൽ സാമുവേൽ ഒരു ഓൾട്ടർ ഉണ്ടാക്കി. ഓൾട്ടർ എന്ന വിഷയം ഞാൻ പ്രസംഗിക്കും. That is a very precious, very important subject. Altar. 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 Thank you, Lord Jesus. Hallelujah. ആ ഓൾട്ടർ എപ്പോൾ ശേനിനും മിസ്പയ്ക്കും ഇടയിൽ സാമുവേൽ സ്ഥാപിച്ചുവോ, ബൈബിൾ പറയുന്നു, നെക്സ്റ്റ് വേർഡിൽ എഴുതിയിട്ടുണ്ട്, ഫെലിസ്ത്യർ ഒതുങ്ങി. ഫെലിസ്ത്യർ ഒതുങ്ങി. ഫെലിസ്ത്യർ ഒതുങ്ങി. ഹല്ലേലൂയ. ആ ഓൾട്ടറിന് സാമുവേൽ കൊടുത്ത പേര്, യഹോവ ഇത്രത്തോളം സഹായിച്ചു, എബനേസർ എന്നായിരുന്നു. യേശുവാകുന്ന മൂലക്കല്ലാകുന്ന അടിസ്ഥാന കല്ലാകുന്ന ആ പാറയുടെ പേര് സഹായത്തിന്റെ പാറ, പിളർന്ന പാറ, സഭയുടെ അടിസ്ഥാനം, അപ്പോസ്തലന്മാരുടെയും പ്രവാചകന്മാരുടെയും അടിസ്ഥാനം, എന്റെയും നിങ്ങളുടെയും അടിസ്ഥാനം. ജീസസ് ക്രൈസ്റ്റ് ഈസ് എ കോർണർസ്റ്റോൺ. ആ ക്രിസ്തുവാകുന്ന പാറയിൽ എപ്പോൾ നീ ഉറയ്ക്കുന്നുവോ, സകല പൈശാചിക മേഖലകൾ ഒതുങ്ങിയിരിക്കും. ഇന്ന് പകലിൽ എത്ര പേർ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിക്കാനുണ്ട്? Thank you, Lord Jesus. Can you please sing that song, Ebenezer? ഇതുവരെ ഉദവി ചെയ്ത Ebenezer. Lift your hands. Thank you, Holy Spirit. Close your eyes and pray, everyone here. ഇന്ന് ആദ്യമായി വന്നവർ, ഫസ്റ്റ് ടൈം ഈ ചർച്ചിൽ വന്നവർ, ഒന്ന് നടന്ന് മുന്നിലേക്ക് വന്ന് നിന്നേ. നാനും എൻ വീടും എൻ വീട്ടാരനേവരും പോയാമൽ നന്ദി சொல்லுவோம். நானும் என் வீடும் என் வீட்டாரனேவரும் போயா
சொல்வோம். ஒரு கருவோல காத்தீரே நன்றி. ആദ്യമായി വന്നവർ മാത്രം. Only the newcomers. நன்றி. ஒரு கருவோல காத்தீரே நன்றி. என்னை சிதையாமல் சுமந்தீரே நன்றி. எபினேசரே, எபினேசரே, நாள் வரை சுமந்தவரே. எபினேசரே, எபினேசரே, என் நினைவாய் இருப்பவரே. நன்றி, நன்றி, நன்றி. இதயத்தில் சுமந்தீரே நன்றி. நன்றி, நன்றி, நன்றி. அதுபோல காத்தீரே நன்றி. ஒன்றுமே இல்லாமல் துவங்கின என் வாழ்வு நன்மையால் ஒன்றுமே இல்லாது ஒன்றுமே இல்லாத துவங்கின என் வாழ்வு நன்மையால் நிறைந்துள்ளது. ஒரு தீமையும் நினைக்காத நல்ல ஒரு தகவல் உம்மை போல இல்லை. ஒரு தீமையும் நினைக்காமல் ஒரு தகவல் உம்மை போல இரு கைகளை உயர்த்தி எபினேசரே, எபினேசரே, நாள் வரை சுமந்தவரே. எபினேசரே, எபினேசரே, நினைவாய் இருப்பவரே. நன்றி, நன்றி, நன்றி. இதயத்தில் சுமந்தீரே நன்றி. நன்றி, நன்றி, நன்றி. அதுபோல காத்தீரே நன்றி. நன்றி, நன்றி, இதயத்தில் சுமந்தீரே நன்றி. நன்றி, நன்றி, நன்றி. அதுபோல காத்தீரே நன்றி. ഇന്നത്തെ ആരാധനയിൽ ദൈവത്തിന്റെ മുൻപാകെ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ സമർപ്പിച്ചിട്ട് ഏൽപ്പിച്ചു കൊടുത്തിട്ട് എഴുതി വെച്ച് പ്രാർത്ഥിച്ചിട്ട് ഇപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് അതിന്റെ പുറകിൽ തന്നെ ഇങ്ങനെ നിൽക്കുന്നവരെന്ന് കൈ ഉയർത്തി. എനിക്ക് നിങ്ങളെ എല്ലാവരെയും ഒന്ന് അഡ്രസ് ചെയ്ത് പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഇന്നത്തെ മീറ്റിംഗിൽ അങ്ങനെ ഒരു കാര്യം, ഇന്നത്തെ ഈ ആരാധനയിൽ ഒത്തിരി ടെസ്റ്റ് മണികൾ ഉണ്ടാകാൻ പോകും. ഞാൻ വീണ്ടും ദൈവത്തിന്റെ ദാസൻ, ദൈവത്തിന്റെ മകൻ, കർത്താവിന്റെ വേലക്കാരൻ, ശുശ്രൂഷകൻ എന്ന നിലയിൽ നിങ്ങളോട് പറയുന്നു, ഇന്നത്തെ ഈ പ്രാർത്ഥന, ഇന്നത്തെ ഈ മീറ്റിംഗിൽ ഈ വെള്ളിയാഴ്ച കൂടി വന്നവരുടെ ശ്രദ്ധയ്ക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി സാക്ഷ്യങ്ങളെ ഇന്നത്തെ മീറ്റിംഗിൽ ഒത്തിരി നാളുകളായി ഇങ്ങനെ ഭാരത്തോടെ ദൈവത്തിന്റെ മുൻപാകെ അർപ്പിച്ചിട്ട് ഇങ്ങനെ ഡിലേ ആയി വെയിറ്റ് ചെയ്തൊക്കെ ഇരുന്ന ചില കേസുകളെ കർത്താവ് ആ ഫയലുകളെ ഇന്ന് പകൽ വീണ്ടും എടുക്കുന്ന ഒരു മൂവ്മെന്റ് ആണ്. പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങിയാൽ ഈ സമയം പ്രാർത്ഥനയ്ക്ക് വേണ്ടി ശബ്ദമെടുത്ത് ഉയർത്തി പ്രാർത്ഥിക്കാനായിട്ടൊന്ന് വേർതിരിക്കണം. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ആ എന്ത് വിഷയമാണോ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് അത് റിപ്പീറ്റ് ചെയ്യണോ. ഇപ്പോൾ ഇവിടെ ആ കൈകളെ ഉയർത്തി പിടിച്ചോ, കൈകളെ മലർത്തി പിടിച്ചോ, കൈ താഴ്ത്തിയിട്ട് എനി മൊമെന്റ് എങ്ങനെയെങ്കിലും
ലൈവിൽ ഞങ്ങളെ വാച്ച് ചെയ്യുന്നവർ ലൈവായിട്ട് ഞങ്ങളെ കാണുന്ന പ്രിയമുള്ളവർ ഞങ്ങളുടെ കൂടെ പ്രാർത്ഥിക്കണം. ഓൺലൈനിൽ ലൈവിൽ ഞങ്ങളെ വാച്ച് ചെയ്യുന്ന പ്രിയമുള്ളവർ ഇവിടെ നിൽക്കുന്നവരെല്ലാവരും ശബ്ദം എടുത്ത് പ്രാർത്ഥിച്ചു. ഇവിടെ നിങ്ങൾ ഒരു വ്യക്തികളിലേക്കല്ല ഫോക്കസ്ഡ് ആകേണ്ടത്. അന്യഭാഷയിൽ ആത്മാവിൽ പ്രാർത്ഥിച്ചു. മൈക്കിന് സൗണ്ടില്ലേ? ഭാഷ പ്രാർത്ഥിച്ചു. ഇതിൽ കർത്താവിന്റെ ശുശ്രൂഷയിൽ നിൽക്കുന്ന ദൈവദാസന്മാരുണ്ടെങ്കിൽ, കർത്താവിന്റെ മിനിസ്ട്രിയിൽ നിൽക്കുന്നവരുണ്ടെങ്കിൽ ദയവായിട്ട് അവരൊന്ന് ആ സ്ഥലം വിട്ട് ഈ സൈഡിൽ വന്നിന്ന് പ്രാർത്ഥിച്ചു. കൈ ഉയർത്തി പ്രാർത്ഥിച്ചു. ഹന്ന പറയുകയാണ്, ഞാൻ അപേക്ഷിച്ചതിനെ അവൻ എനിക്ക് നൽകി. ഞാൻ അപേക്ഷിച്ചതിനെ എന്റെ ദൈവം എനിക്ക് നൽകി. അപേക്ഷിക്കുന്നവനെ ഉപേക്ഷിക്കാത്തൊരു ദൈവമുണ്ട്. നിങ്ങളുടെ അപേക്ഷകൾ, നിങ്ങളുടെ ആപ്ലിക്കേഷനുകൾ മനുഷ്യന്റെ മുമ്പിൽ സബ്മിറ്റ് ചെയ്തത് അവര് റിജക്ട് ചെയ്താലും മറന്നു കളഞ്ഞാലും കാലം എത്ര കഴിഞ്ഞാലും വർഷങ്ങൾ എത്ര പിന്നിട്ടാലും നിങ്ങളുടെ അപേക്ഷകളെ മറന്നു കളയാതെ അത് കൃത്യമായ സമയത്ത് നിങ്ങൾക്ക് എപ്പോഴാണോ അത് വേണ്ടത് അതിന്റെ റൈറ്റ് ടൈമിൽ നിങ്ങളിലേക്ക് അത് തുറന്നു തരുന്നൊരു കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നുണ്ട്. നിങ്ങൾക്കറിയോ പ്രിയമുള്ളവരെ, ദൈവവചനം ദുർലഭമായിരുന്ന കാലത്ത്, പ്രാർത്ഥനയ്ക്ക് യാതൊരു പിന്തുണകളുമില്ലാതിരുന്ന കാലത്ത്, ആലയത്തിലെ വിളക്ക് അണച്ചു കിടന്നുറങ്ങുന്ന പുരോഹിതനുള്ള കാലത്ത്, പുരോഹിതന്റെ മക്കൾ വഴിപിഴച്ച് നടക്കുന്ന കാലത്ത്, ബാല്യക്കാർ മുപ്പല്ലിയുമായി വന്ന് യാഗപീഠത്തിൽ വേകുന്ന മാംസം കുത്തിയെടുത്ത് തിന്നുന്ന കാലത്ത്, മാംസം വേകുന്നതിന് മുമ്പേ അത് അറുത്തെടുത്ത് പുരോഹിതന് പുരയ്ക്കകത്ത് കൊണ്ട് കൊടുക്കുന്ന കാലത്ത്, ദൈവഭയം തെല്ലുമില്ലാത്ത കാലത്ത്, അതേ കമ്മ്യൂണിറ്റിയുടെ നടുവിൽ, അതേ സമൂഹത്തിന്റെ നടുവിൽ സാമുവേൽ എന്ന് പറയുന്ന ഈ മകൻ ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ, ദൈവകൃപയിൽ വളർന്നു വന്നു. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ, നിങ്ങളുടെ മകനെ, നിങ്ങളുടെ മകളെ ദൈവം കണ്ടതാണെങ്കിൽ, നിങ്ങളെ കുറിച്ച് ദൈവത്തിനൊരു പ്ലാൻ ഉണ്ടെങ്കിൽ, ഒരു സാഹചര്യങ്ങൾക്കും ഒരു വ്യക്തികൾക്കും ഒരു സിറ്റുവേഷൻസിനും അതിനെ ഡിസ്ട്രോയ് ചെയ്യാൻ, അതിനെ തകർത്ത് കളയാൻ കഴിയത്തില്ല എന്ന് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. ഹന്നായുടെ പ്രാർത്ഥനയെ പരിഹസിച്ച പെനീനായുടെ തലമുറകൾ മതിൽക്കെട്ടുകൾക്കകത്തൊതുങ്ങിപ്പോയപ്പോൾ പ്രാർത്ഥിച്ച ഹന്നയുടെ മകനാകുന്ന സാമുവേൽ ദാൻ മുതൽ ബർശേബ വരെ ദൈവത്തിന്റെ വിശ്വസ്ത പ്രവാചകനായി മാറി. 6 മക്കളെ കൊടുത്ത് ഹന്നായെ ദൈവം അനുഗ്രഹിച്ചു. പ്രിയമുള്ളവരെ, പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. പ്രാർത്ഥിക്കുന്നവന് പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയാവോ, എനിക്കൊരു ദൈവമുണ്ട്, എന്റെ കണ്ണുനീരിനും മറുപടി തരുന്നൊരു ദൈവമുണ്ട്, എന്റെ അപേക്ഷകളെ ഉപേക്ഷിക്കാത്തൊരു ദൈവം എനിക്കുണ്ട്. ദൈവവചനം ദുർലഭമായിരുന്ന കാലത്ത്, പ്രാർത്ഥനകൾക്ക് പിൻബലമില്ലാത്ത കാലത്ത്, ഉപവാസമോ പ്രാർത്ഥനയോ അന്യപ്പെട്ടു പോയ കാലത്ത്, സാമുവേൽ മിസ്പയിൽ ജനത്തെ വിളിച്ചുകൂട്ടി ഉപവസിക്കുവാനും പ്രാർത്ഥിക്കുവാനും തീരുമാനിച്ചു. സാമുവേൽ ഉപവസിച്ചു, ജനത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ച ഹന്നായുടെ മകൻ, പ്രാർത്ഥിച്ച് കിട്ടിയ മകൻ പ്രാർത്ഥിക്കുന്നവനായിരുന്നു. ഉപവസിച്ച മകളുടെ മകൻ ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്കും പ്രാധാന്യത കൊടുക്കുന്നവനായി മാറി.
എന്നെ ഇന്ന് ഈ ലൈവിൽ കാണുന്ന, ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിങ്ങളുടെ ജനറേഷൻസ് നിങ്ങൾക്കൊരു ബ്ലെസ്സിങ് ആയി മാറട്ടെ. നിങ്ങളുടെ ജനറേഷൻസ്, നിങ്ങളുടെ തലമുറകൾ നിങ്ങൾക്കൊരു അനുഗ്രഹമായി തീരട്ടെ. അവർ യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരും അവരുടെ സമാധാനം വലുതുമായിരിക്കും. നിങ്ങളുടെ നാവിൽ ദൈവം തന്ന വചനവും നിങ്ങളിൽ പകർന്ന അവന്റെ ആത്മാവും നിങ്ങളുടെ സന്തതിയുടെ മേൽ നിന്നും, നിങ്ങളുടെ സന്തതിയുടെ മേൽ നിന്നും ഒരു നാളും നീങ്ങിപ്പോകാതെ ഇരിക്കട്ടെ. യഹോവ നിങ്ങൾക്ക് എബനേസർ ആയിരിക്കട്ടെ. താങ്ക് യു ലോർഡ് ജീസസ്. ഈ ലൈവിൽ ഞങ്ങളെ വാച്ച് ചെയ്യുന്ന എല്ലാ കുടുംബങ്ങളെയും, എല്ലാ മക്കളുമാരെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരവുണ്ട്. നിങ്ങളുടെ തലമുറകൾ മതിൽക്കെട്ടുകളിൽ ഒതുങ്ങിപ്പോകുന്നവരായിരിക്കുകയില്ല. ദേശത്തിന്റെ നെടുകെ കുറുകെ പ്രവചിക്കുന്നവരായി, ദൈവത്തിന്റെ വിശ്വസ്തന്മാരായി, ഹല്ലേലൂയ, മനുഷ്യരുടെ ദൈവത്തിന്റെ ഫേവറുള്ളവരായി അവർ മാറ്റപ്പെടും. അവർ